കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നമ്മൾ ഒരിക്കൽ കൂടെ രാത്രി കർത്തൃപാദപീഠത്തിലായിരിക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് അവസരം തരികയാണല്ലോ. നല്ല ഹൃദയത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള മനസ്സോടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മനോബോധത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇന്ന് രാത്രിയിലുമായിരിക്കാം. ദൈവവചനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങളെല്ലാം കേട്ടുമറക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലിക്കുന്നതാണ്. സ്തോത്രം. അതുപോലെ ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വചനത്തെക്കുറിച്ച് വചനം സാക്ഷീകരിക്കുന്ന അനേക വാക്യങ്ങളിൽ ഒരു വാക്യമാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, വളരെ സുപരിചിതമായ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവരൊറ്റ വാക്യത്തിനകത്ത് വചനം എന്താണ്, വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വചനത്തിൽ എന്തുണ്ട്, ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരൊറ്റ വാക്യത്തിനകത്ത് സുപരിചിതമായ വാക്യമാണ്. എങ്കിലും ആ വാക്യത്തിനകത്ത് ദൈവവചനത്തിനകത്ത് എന്തുണ്ട്? അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി എന്ന് പറയുമ്പോൾ ഒരു എഴുത്തു ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സ്തോത്രം സാധാരണ ഭാഷയിലേക്ക് നമുക്ക് ആ വാക്കിനെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ജീവനുമുണ്ട്, ചൈതന്യമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കുറെ കഥകളല്ല, കുറെ ചരിത്രമല്ല. സ്തോത്രം. നമുക്കൊന്നും മനസ്സിലാകാത്ത കുറെ സമസ്യകളല്ല. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന ഈ പുസ്തകമല്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറിപ്പോകാതെ വണ്ണം നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വചനത്തിനകത്ത് ജീവനുണ്ട്. സ്തോത്രം. ജീവനുണ്ട്. ജീവൻ എന്ന വാക്ക് വളരെ ഫെമിലിയറാണ്. വേദപുസ്തകത്തിൽ പ്രത്യേക ആത്മീകമായ കാര്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാ സമയത്തും എല്ലായിടത്തും ഒരേ വാക്ക് ഒരുപോലല്ല ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് വിവിധ 4-5 വകുപ്പുകളിലാണ്. അപ്പോൾ തന്നെ വേദപുസ്തകത്തിലെ ഭാഷ എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറി ഭാഷയല്ല. സ്തോത്രം. അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല. പല വാക്കുകളും ബൈബിളിൻ്റെതായിരിക്കുന്ന ആശയത്തിലാണ് എഴുതിയിരിക്കുന്നത്. ജീവൻ എന്ന് പറയുന്നത് സ്തോത്രം സാധാരണ നമ്മുടെ ഉള്ളിൽ ജീവൻ പോകുക അതൊക്കെ തന്നെയാണെങ്കിൽ പോലും ജീവൻ എന്ന് പറയുന്ന ഒരു എനർജിയാണ്, ഒരു ശക്തിയാണ്. ഇതെങ്ങനെ അറിയാം? സ്തോത്രം. നമ്മുടെ ശരീരം തന്നെ ഒരു മഹാത്ഭുതമാണ്. സ്തോത്രം. ഈ ശരീരത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ബോഡിയെക്കുറിച്ച് ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ കണ്ണ്, നമ്മുടെ ഹൃദയം, സ്തോത്രം നമ്മുടെ തലച്ചോറ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ഗ്രന്ഥികൾ, ഇതെല്ലാം സ്തോത്രം അസാധാരണമായി അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഫാക്ടറി പോലെയാണ്. സ്തോത്രം. ഇതിനകത്തെല്ലാം പ്രവർത്തിക്കുന്നത്. തലച്ചോറിനകത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു CFL ലൈറ്റ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആരോഗ്യമുള്ള മനുഷ്യനുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. അത് വെച്ചുകൊണ്ട് ആരും ബൾബൊന്നും കുത്തി നോക്കരുത്. സ്തോത്രം. കാരണം ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. നമ്മുടെ ഗ്രന്ഥികളിലെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്തോത്രം ഒരു ശരീരത്തിലേക്ക് ഒരു ദിവസം നമുക്ക് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസും ആസിഡുകളെല്ലാം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഇഞ്ചക്ട് ചെയ്യേണ്ട വന്നാൽ സ്തോത്രം ഒരു 10,000 രൂപ കൂടുതലെങ്കിലും ചിലവാകും അതിൻ്റെ മെഡിസിന് തന്നെ. സ്തോത്രം. മെഡിസിന് തന്നെ. BP-യുടെ ഒരു ഗുളികയ്ക്ക് തന്നെ എന്താ വില? അപ്പോൾ അന്നേരം സ്തോത്രം ഈ പല ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെല്ലാം നമ്മളറിയാതെ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഈ കണ്ണൊക്കെ ഭയങ്കരമായ ക്യാമറയാണ്. സ്തോത്രം. ഇതെല്ലാം ഒപ്പിയെടുക്കുന്നു. നമ്മുടെ മെമ്മറിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇതെല്ലാം മഹാത്ഭുതമാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ഒരു ഘടകം കിടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ജീവൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് അതെല്ലാം പ്രവർത്തിക്കുന്നു. ഇപ്പൊ AC വർക്ക് ചെയ്യുന്നു, സ്തോത്രം ഫാൻ വർക്ക് ചെയ്യുന്നു, മൈക്ക് വർക്ക് ചെയ്യുന്നു, ഇവിടെ സ്തോത്രം മറ്റു ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിന് പുറകിൽ ഇലക്ട്രിസിറ്റി എന്നൊരു പവർ ഈ റൂമിനകത്ത് കയറി വന്നത് കൊണ്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. എന്നതുപോലെ ജീവൻ പോകുമ്പോൾ ഇതെല്ലാം നിശ്ചലമാകുന്നു. സ്തോത്രം. അല്ലേ? കണ്ണുകൾ ചില നേരം ചിലപ്പോൾ നിന്നേക്കാം, പക്ഷെ ബ്രെയിൻ, സ്തോത്ര ഹൃദയം, ഇതെല്ലാം ജീവൻ പോകുന്നതോടുകൂടി നിശ്ചയമാകുന്നത്. കറണ്ട് പോകുമ്പോൾ ഇതൊക്കെ നിൽക്കുന്നത് പോലെ എല്ലാം നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. അപ്പൊ ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു പവറാണ് ജീവൻ.
സ്തോത്രം. വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നെന്ന് പറയുമ്പോൾ സ്തോത്രം, അങ്ങ് പാരലൈസായി കിടക്കുന്ന ആളെ ഒന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്ന കാര്യമല്ല. പിന്നെ എന്താ ആ പറയപ്പെടുന്നത്? ജീവൻ എന്ന് പറയുന്ന ഒരു പവറാണ്. ആ പവർ നമ്മുടെ അകത്ത് വരുന്നത് ഈ ശരീരത്തിൽ ജീവിക്കാൻ വേണ്ടി 70 വർഷം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവനൊക്കെ ആഹാരം കഴിക്കുന്നത് കൊണ്ടും ശ്വസിക്കുന്നത് കൊണ്ടൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ചില കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള പവറാണ് യേശു വന്നപ്പോൾ തന്ന ജീവൻ. സ്തോത്രം. ആ ജീവൻ ഈ വചനത്തിനകത്തുണ്ടെന്ന്. സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ, നമുക്ക് ബലപ്പെട്ടിരിക്കാൻ, ചില കാര്യങ്ങളിൽ നമുക്ക് പവറായി മാറാൻ, സ്തോത്രം, നമ്മുടെ വിഷയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കാൻ, അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന ആത്മീയതകളെല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള എനർജി ഈ വചനത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കഥ കേട്ട് പോകുന്നത് പോലെ ഇരിക്കരുത്. സ്തോത്രം. ചാർജ് ചെയ്തേ പോകാവൂ. കാരണം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ഡെഡായി കിടക്കുന്ന പല ആത്മീക തലങ്ങളും വചനം കേറി ജീവിപ്പിക്കാൻ ആരംഭിക്കും. ആ വചനമാണ് ജീവിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്തോത്രം. ആരും പറഞ്ഞു കേട്ടതാണോ അർത്ഥം പറഞ്ഞാണെന്ന് അറിയില്ല. എന്താ അത് പറയാൻ കാരണം? വചനത്തിനകത്ത് ജീവനുള്ളത് കൊണ്ട് അതൊരു അരമണിക്കൂർ കേട്ട് കഴിയുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരു അസാധാരണമായിരിക്കുന്ന പവർ വചനത്തിലൂടെ നമ്മുടെ അകത്തേക്ക് കയറാനിടയാകും. ആ ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചൈതന്യം എന്ന് പറഞ്ഞാലോ, ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഗംഭീരമാണ്. സ്തോത്രം. ഇതിനെയൊക്കെ എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആക്കുന്നത്, ഇല്ലുമിനേറ്റ് ആക്കുന്നത്, ഭംഗിയാക്കുന്നത് ചൈതന്യമാണ്. ആ വാക്ക് ചില സ്ഥലങ്ങളിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബിനെ കുറിച്ചൊരു വാക്യമുണ്ട്. യോസേഫ് 13 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം സഹോദരന്മാർ അഥവാ ഈ യാക്കോബിന്റെ മക്കള് ഈ യോസേഫിനോട് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യോസേഫിനെ ഒരു കാട്ടുമൃഗം കടിച്ചു കീറി തിന്നു, ഈ വസ്ത്രം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വസ്ത്രം ഉരിഞ്ഞെടുത്തൊരു കാട്ടുമൃഗത്തിന്റെ രക്തത്തിൽ മുക്കിയിട്ട് സ്തോത്രം അത് യാക്കോബിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. യാക്കോബ് അത് വീങ്ങിപ്പൊട്ടിയ ഹൃദയത്തോടെ സൂക്ഷിച്ചു വെച്ചു. സ്തോത്രം. അങ്ങനെ 13 വർഷക്കാലം സ്തോത്രം മോനെ കുറിച്ചുള്ള ദുഃഖം കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നെങ്കിലും ചൈതന്യം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ജീവിച്ചിരിക്കുന്നു, ഫാമിലി ബ്രോക്കൻ ആയാൽ ജീവിച്ചിരിക്കും, പക്ഷെ ചൈതന്യം കാണിയല്ല. സ്തോത്രം. ചൈതന്യം കാണിയല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ വന്നാൽ, തകർച്ചകൾ വന്നാൽ ജീവിച്ചിരിക്കും, പക്ഷേ ചൈതന്യം കാണിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ തന്നെയാണെങ്കിലും സ്തോത്രം, നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ പ്രസംഗത്തിൽ ചൈതന്യം കാണിയാല. ആരാധിക്കാൻ പറ്റും, പാട്ട് പാടാൻ പറ്റും, പക്ഷെ ചൈതന്യം കാണിയാല. സ്തോത്രം. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇത് സജീവമാകുന്നത്. 13 കൊല്ലമായി നിരാശ കൊണ്ട് ആ മനുഷ്യൻ നഷ്ടബോധം കൊണ്ട് ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ 13ാമത്തെ വർഷം യോസേഫ് അയച്ച മിസ്രയീമിൽ നിന്ന് അയച്ചൊരു കൊടി വെച്ച രഥം കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യാക്കോബിന് തന്റെ ചൈതന്യം മടങ്ങി വന്നു. ആസ്പത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ടില്ല, പ്രത്യേകിച്ച് ഹോർമോൺ കുത്തിവെച്ചില്ല. പക്ഷെ എന്താണ്, അവന്റെ കണ്ണിന് നേരെ മോൻ ജീവിച്ചിരിക്കുന്നു. അവൻ അയച്ച രഥമാണെന്ന് കണ്ടപ്പോൾ ആ വയോധികനായ മനുഷ്യന്റെ, ജരാനരകൾ ബാധിച്ച മനുഷ്യന്റെ മുഖത്ത് ആ ചൈതന്യം മടങ്ങി വന്നു. ഇന്ന് രാത്രികാലം ഞാൻ ആ വാക്യത്തിൽ നിന്ന് മറ്റൊന്നും പറയുന്നില്ല. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും മാത്രം പറഞ്ഞ് നമ്മൾ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി യോഗത്തിന്റെ 5ാമത്തെ രാത്രി ചില വിഷയങ്ങളിൽ ജീവൻ വ്യാപരിക്കണം, ചില കുടുംബങ്ങളിൽ ചൈതന്യം വ്യാപരിക്കണം. എത്ര അധ്വാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ചൈതന്യം നഷ്ടപ്പെടുത്തി പിശാച് ചവിട്ടി പിടിച്ചിരിക്കുന്ന ചില മേഖലകളെ ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിനകത്ത് ജീവനുണ്ടെങ്കിൽ, ചൈതന്യമുണ്ടെങ്കിൽ അതിന്ന് രാത്രി എനിക്ക് വേണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർ വചനങ്ങൾ തുറന്ന് ആത്മവനത്തോടെ പറയണം: അങ്ങയുടെ വചനത്തിലുള്ളത് എനിക്ക് വേണം, അങ്ങയുടെ വചനത്തിലുള്ളത് എന്റെ അവകാശമാണ്, അതെനിക്ക് പ്രാപിക്കണം, അതെന്നിലേക്ക് വ്യാപരിക്കണം. Glory, hallelujah, hallelujah, hallelujah. വിശ്വാസത്തോടെ ഒരല്പസമയം സ്തോത്രം ചെയ്തേ വചനം കേൾക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ അവകാശമാക്കാൻ ദൈവത്തോട് പറഞ്ഞേ: കർത്താവേ, അങ്ങയുടെ വചനത്തിനകത്ത് എബ്രായർ 4:12 പറയുന്നത് അനുസരിച്ച് ജീവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ജീവൻ എന്നിൽ വ്യാപരിക്കട്ടെ, ആ പവർ എന്നിൽ വ്യാപരിക്കട്ടെ.
സഭയാം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വചനത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും വചനത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന സീനിയർ ജൂനിയർ ഒന്നും നോക്കാതെ സകലരിലേക്കും ദൈവത്തിന്റെ ജീവൻ. ആദ്യം ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണ ജീവൻ, ആ എനർജി, ആ പവർ, ആ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം, വ്യാപരിക്കണം, വ്യാപരിക്കണമെന്ന് അത് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി ആരാധിക്കുക. കർത്താവിന്റെ വചനത്തിൽ ജീവനുണ്ടെങ്കിൽ അതെനിക്ക് വേണം, എന്നിലേക്ക് ഇമ്പാക്ട് ചെയ്യപ്പെടണം. സ്വപ്നം ചെയ്യുന്നു. ജീവൻ മാത്രമല്ല, ചൈതന്യം. ചില വിഷയങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്, ചില സങ്കടങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്. മനുഷ്യനാണോ പ്രശ്നങ്ങൾ അവനെ ബാധിക്കും? മനുഷ്യനാണോ പ്രശ്നങ്ങൾ അവനെ ബാധിക്കും? നമ്മുടെ മക്കളിൽ ഒരാൾക്ക് ശ്രോത്ര പോരായ്മ പറ്റിയാൽ, നന്നായി പഠിപ്പിച്ച കൊച്ചൊരു വിഷയത്തിൽ തോറ്റുപോയാൽ ബാധിക്കുവോ ഇല്ലയോ? അപ്പനാണെങ്കിൽ ബാധിക്കും, അമ്മയാണെങ്കിൽ ബാധിക്കാം. ഒന്നും ബാധിക്കുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങളെ ചികിത്സിക്കണം. എന്തൊക്കെ സംഭവിച്ചിട്ടും ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, എൻ്റെ മുന്നുവാസ എന്തൊക്കെ ചെയ്താൽ ഇയാൾക്കൊരു കുലുക്കോ ഇല്ല. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. സ്തോത്രം, അതൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമുക്ക് സ്തോത്രം ജീവൻ മാത്രമല്ല, നമുക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട്, ഭാരമുണ്ട്. ഇതെല്ലാം ചില കാര്യങ്ങൾ സമയത്ത് നടക്കുന്നില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. സ്തോത്രം. അമ്മമാർക്കൊക്കെ പെൺപിള്ളേർക്ക് ഒരു 10, 27, 28 വയസ്സാകുമ്പോഴത്തേക്ക് ആൾപ്പാടെ അങ്കരാപ്പാവും. സ്തോത്രം. കാരണം എന്താ, കൊച്ചു പിന്നെ പറയും അമ്മയ്ക്ക് തന്നെ സ്തോത്രം എന്ന് പറയും. പക്ഷെ 28 ആകുമ്പോഴത്തേക്കും കല്യാണം നടക്കുന്നില്ല എന്നുള്ള വലിയ ഭാരം അമ്മമാർക്കാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ അമ്മയാണ്. ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. സ്തോത്രം. വിവാഹം കഴിച്ച് 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മക്കൾ ജനിച്ചില്ലെങ്കിൽ അമ്മമാര് പിന്നെ പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളം ഒറിജിനൽ അമ്മയാണ്. അപ്പൊ അതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊരു വാട്ടം ഉണ്ടാകും. സ്തോത്രം. പ്രതിസന്ധി ഉണ്ടാകും. നമ്മുടെക്കാൾ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, സഭയിലാകട്ടെ, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ചില വിഷയങ്ങൾ നമ്മുടെ ചൈതന്യം കളയും. ലോകക്കാരാണെങ്കിൽ ചിലപ്പോൾ മൂത്രാവും പോയി ആത്മഹത്യ ചെയ്യും. നമുക്കറിയില്ല, എന്തോ ദാരുണമായ വാർത്തകളൊക്കെയാണ് ഈ ആണ്ട് പിറന്നതിന് ശേഷം കേരളത്തിൽ നിങ്ങൾ കേട്ടത്. പക്ഷെ നമ്മൾ ദൈവമക്കളാക്കിയാൽ അങ്ങനെ, പക്ഷെ നമ്മുടെ ചൈതന്യത്തെ ബാധിക്കും. അത് വീണ്ടെടുക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ്. അതെങ്ങനെ വെക്കുന്നത്? അതൊരു പ്രഭാഷകന്റെ ശൈലി കൊണ്ടോ കലാപരിപാടി കൊണ്ടല്ല. ഈ വചനത്തിനകത്ത് ചൈതന്യമുണ്ട്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള, അത് തിരിച്ചു തരാനുള്ള ഒരു അസാധാരണ ചൈതന്യം നമ്മുടെ മേൽ തരാനുള്ള ഒരു വലിയ കഴിവ് വചനത്തിലുണ്ട്. അപ്പൊ വചനത്തിന് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം, ഇന്നും നല്ല എപ്പോഴും നമ്മളിതൊക്കെ ഓർത്തിരിക്കണം. കർത്തൃസന്നിധാനത്തിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, വചനം കേൾക്കാൻ പോവുകയാണ്. വചനം കേൾക്കാൻ പോകുന്ന സമയത്ത് ഇതിനകത്ത് ജീവനും ചൈതന്യവും ഉണ്ടെന്ന് വ്യാഖ്യാനമില്ലാതെ ഒരറിവ് പകർന്നുള്ളൂ. എന്താണ് ജീവൻ എന്നുള്ളതിനെ കുറിച്ച് പൊതുവായി പറഞ്ഞെന്നുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വ്യാഖ്യാനം തന്നില്ല. ചൈതന്യത്തെക്കുറിച്ചും നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇത് രണ്ടും വചനത്തിനകത്തുണ്ട്. വചനത്തിനകത്തുള്ളത് വചനത്തിൽ വെച്ചോണ്ടിരിക്കുകയല്ല, അത് പറയുമ്പോൾ നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. നീ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ, കർത്താവേ, ഈ നല്ല രാജ്യത്ത് വന്നിട്ടും ചൈതന്യം പ്രാപിക്കാതെ, ഈ നല്ല സഭയിൽ വന്നിട്ടും ചൈതന്യം പ്രാപിക്കാതെ, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചിട്ടും ചൈതന്യം പ്രാപിക്കാതെ, അസാധാരണ ശക്തിയായിരിക്കുന്ന ഡൂനാമീസ് എന്നറിയപ്പെടുന്ന ആത്മശക്തി, ലോകത്തിൽ അളവില്ലാത്ത ശക്തി അകത്ത് വന്നിട്ട് ചൈതന്യം പ്രാപിക്കാതെ, സ്വത്രം ഇത്രയും വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടും ചൈതന്യം പ്രാപിക്കാതെ, ഇത്രയും പേര് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നിട്ടും ചൈതന്യം പ്രാപിക്കാതെ, ഏതെങ്കിലും വിഷയം നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ വരുന്ന വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ചൈതന്യം നിങ്ങളുടെ മുഖം തെളിയണം, ക്ഷീണം മാറണം, ഒരു അസാധാരണ മനുഷ്യനായി എന്നെ ഇവിടെ നിന്ന് മടക്കി അയക്കണമെന്ന് പറയണം.
അങ്ങനെ തന്നെ പറഞ്ഞ ദൈവത്തോട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സ്തോത്രം. ഇന്നും കർത്താവിന്റെ മക്കൾ ഈ തിരക്കിനിടയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഓടി വന്ന് പാദപീഠത്തിൽ ചേർന്നിരിക്കുമ്പോൾ, ഹോളം നിറഞ്ഞ ജനങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന നിമിഷത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരുവചനത്തിന്റെ ധ്യാനത്തിനായിട്ട് ഇറങ്ങുകയാണ്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ ദൈവം ഞങ്ങളെ സഞ്ചരിപ്പിക്കണം. ഒരുക്കി വെച്ചതിനപ്പുറം ദൈവം ഞങ്ങളെ കാണിക്കണം. വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരണം. ഈ വചനത്തിനകത്ത് കിടക്കുന്ന ജീവനും ചൈതന്യവും രാത്രി ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കണം. കർത്താവേ, ശുശ്രൂഷ ഉള്ളവരുടെ മേൽ, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ചുമതലപ്പെടുത്തിയിരിക്കുന്നവരുടെ മേലെല്ലാം ആ ചൈതന്യം അങ്ങ് വ്യാപരിക്കട്ടെ. യാക്കോബിനുണ്ടായതുപോലത്തെ ഒരു ഉണർവങ്ങുണ്ടാകട്ടെ. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. നമ്മൾ പരമ്പരയായി ചിന്തിച്ചു വരുന്ന ഭാഗത്തിന്റെ 5-ാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് രാത്രി വിഷയത്തിലേക്ക് കടക്കാം. സ്തോത്രം. 5-ാമത്തെ സ്തോത്രം രാത്രി 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. മതി. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വരുന്നത് ആ കാലത്ത് എന്ന് പറയപ്പെടുന്ന 6 വാക്യങ്ങൾ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിക്കകത്തുണ്ട് എന്നതാണ് നമ്മൾ തുടക്ക ദിവസം പറഞ്ഞത്. 6 വാക്യങ്ങൾ ഒത്തുവാക്യമായിട്ട് പറയുകയല്ല. അതിനെ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നത് വെറും 6 വാക്യങ്ങളല്ല, 6 വ്യത്യസ്ത കാലഘട്ടങ്ങൾ, കുതിച്ചു ചാട്ടങ്ങൾ, സ്തോത്രം. വ്യത്യസ്ത തലത്തിൽ സംഭവിക്കുന്ന ആത്മീകത്തിന്റെ മറ്റൊരു പരിവർത്തന തലം അതിന്റെ പുറകിലുണ്ട്. ഇപ്പൊ നമ്മൾ 4 ചിന്തിച്ചു വന്നപ്പോഴും ഒരുപക്ഷെ പതിവായി കേട്ടവർക്ക് മനസ്സിലായി കാണാം. സ്തോത്രം. കാലം മുന്നോട്ട് പോകുമ്പോൾ, സഭ മുന്നോട്ട് പോകുമ്പോൾ ഒരേ നിലയിലല്ല. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ, കൃപയുള്ളവരുടെ എണ്ണം പെരുകുമ്പോൾ, ആ സമയത്തെല്ലാം കാര്യാദികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. തുടർമാനമായി പ്രാർത്ഥനയുണ്ടെങ്കിൽ സ്തോത്രം കാലം മാറിയിരിക്കും. സ്തോത്രം. സ്ഥിതിഗതികൾക്ക് ഭേദം വന്നിരിക്കും. സ്തോത്രം. എതിരാളികളുടെ മുമ്പിൽ സഭയെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തിയിരിക്കും. സ്തോത്രം. അതിനുള്ള ക്രമീകരണങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് സംവിധായകൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് ദൈവവും പരിശുദ്ധാത്മാവും കൂടെയാണ്. അത് ചെയ്തു വരുന്നതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ആദ്യോടൊന്നും കാണാൻ കഴിയുന്നു. ഇവിടെ ഇത് 5-ാമത്തെ കാര്യം. സുപരിചിതമായിരിക്കുന്ന അധ്യായമാണ് 12-ാം അധ്യായം. ഈ 12-ാം അധ്യായത്തെ പരിശോധിക്കുമ്പോൾ സ്തോത്രം 11-ാം അധ്യായത്തിന്റെയും 13-ാം അധ്യായത്തിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ല. പിന്നെ പാസ്റ്റർ എല്ലാം 12-ന്റെയും 13-ന്റെ ഇടയിലാണല്ലോ എല്ലാ ലോകത്തിലും 12 വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ പറയാൻ കാരണം വാസ്തവത്തിൽ 11-ാം അധ്യായം ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. 11-ാം അധ്യായം അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞാണ് നിൽക്കുന്നത്. അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞാണ് നിൽക്കുന്നത്. അന്ത്യോക്യ സഭയിൽ ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ വന്നു. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ക്ഷാമത്തെ കുറിച്ച് പ്രവചിച്ചു. അതിനോട് ബന്ധപ്പെട്ട് അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞ് 11-ാം അധ്യായം നിർത്തുന്നു. സ്തോത്രം. നിർത്തുന്നു. എന്നിട്ട് 13-ാം അധ്യായം തുടങ്ങുന്നത് പിന്നെയും അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. 11-ാം അധ്യായവും 13-ാം അധ്യായവും അത് തമ്മിലൊന്ന് പേസ്റ്റ് ചെയ്താൽ സ്തോത്രം 12-ാം അധ്യായത്തെ പതുക്കെ പിടിച്ച് പുറകോട്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് സ്തോത്രം 13-ാം അധ്യായം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ബൈബിൾ എഴുതിയ കാലത്ത് അധ്യായങ്ങളും വാക്യങ്ങളും ഇല്ലായിരുന്നു. അതറിയാലോ? അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിക്കോളണം. അപ്പോസ്തല പ്രവൃത്തി എഴുതിയപ്പോൾ, ലൂക്കോസ് എഴുതിയപ്പോൾ, അല്ലെങ്കിൽ മർക്കോസ് എഴുതിയപ്പോൾ, റോമാലേഖനം എഴുതിയപ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം എന്ന അധ്യായം ഇല്ലായിരുന്നു. ഒരു കത്ത് എഴുതുന്നത് പോലെ എഴുതുമായിരുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തിക്കൊന്നും ഈ അധ്യായങ്ങളായിട്ടില്ല എഴുതിയപ്പോൾ. ലൂക്കോസ് എഴുതിയപ്പോൾ സ്തോത്രം അന്നത്തെ രീതിയിൽ ഒരു കത്തെഴുതുന്ന പോലെ എഴുതുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്തോത്രം മറ്റൊരു ഭക്തനാണ് ഈ പുസ്തകത്തെ അധ്യായങ്ങളായി തിരിച്ചത്. അതും കഴിഞ്ഞ് 10 ആണ്ടുകൾക്ക് ശേഷമാണ് അധ്യായങ്ങളെ വാക്യങ്ങളായി തിരിച്ചത്. അപ്പോൾ ഒറിജിനൽ ബൈബിളിനകത്ത് അധ്യായവും വാക്യമൊന്നും ഇല്ല. സ്തോത്രം. ഒറ്റ പാറ്റേണിൽ കിടക്കുക. ഒരു കത്തെഴുതിയതുപോലെ, ഒരു സ്തോത്രം നമ്മൾ നോവലൊക്കെ മേടിക്കുമ്പോൾ കിടക്കുന്നത് പോലെ അധ്യായമൊന്നുമില്ലാതെ അതുപോലെ കിടക്കുകയാണ്. നോവലിനകത്തൊക്കെ പിന്നെ അധ്യായം കാണും. അതൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നീടാണ് അധ്യായമായി തിരിച്ചത്. ഇതെല്ലാം സ്തോത്രം ചെയ്തത് മനുഷ്യരാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പിന്നിലുള്ള കൈകടത്തലുണ്ട്.
അതിന് കാരണം എന്താ? സ്തോത്രത്തിന് കാരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയാം. അധ്യായം തിരിച്ച് തന്നിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പൊ അധ്യായം തിരിച്ച് തരാതിരുന്നെങ്കിലും, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം, അധ്യായമില്ല, വാക്യമില്ല, നമ്മൾ എന്ത് ചെയ്താൽ? ആരെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നത് 119 സങ്കീർത്തനം അധ്യായം തിരിച്ച് 8 വാക്യമായിട്ട് ഗുളിക പോലെ തന്നിട്ട് നമ്മൾ ഇതുവരെ കാണാത്തവരുണ്ട്. 119 സങ്കീർത്തനം എന്തിനാ 8 വാക്യമായിട്ട് തിരിച്ചു തന്നത്? ദൈവത്തിനറിയാം ഇത് വായിക്കുകയല്ല. അപ്പൊ 8 വാക്യം വീതം തന്നിട്ടും നമ്മൾ അതിനകത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. അപ്പൊ ഇത് അധ്യായമായിട്ട് തിരിച്ചില്ലായിരുന്നെങ്കിലും ആദ്യ നൂറ്റാണ്ടിലൊക്കെ ആളുകൾക്ക് എരിവുണ്ടായിരുന്നു. അന്ന് ബൈബിൾ ഇല്ലായിരുന്നു. ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വായിക്കാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരു ബൈബിൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാൻ വേണ്ടി ആളുകൾ തമ്മിൽ തിക്കുകൂട്ടിയിരുന്നു. കാലം മാറുന്ന കാര്യം കർത്താവിനറിയാം. പിന്നീട് സ്തോത്രം ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അധ്യായങ്ങൾ തിരിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് സ്തോത്രം അങ്ങനെ അധ്യായങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ 12ാമത്തെ അധ്യായം, അധ്യായത്തെ പുറകോട്ട് മാറ്റിയിട്ടാൽ അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞുകൊണ്ട് 11ാം അധ്യായം തീരുന്നു. 13ാം അധ്യായം അന്ത്യോക്യയിലെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും തുടരുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ 12ാം അധ്യായത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി തിരികെ കയറ്റി ഇതുപോലെ കയറ്റി വെച്ചിരിക്കുന്നതാണ്. സ്തോത്രം ഒരു എമർജൻസിയാണ് ഈ 12ാം അധ്യായത്തിൽ. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത് സ്തോത്രം ജോൺ ചെയ്യാനിടയായിത്തീരുന്നത്. എന്താണ് 12ാം അധ്യായത്തിന്റെ പ്രതിപാദന വിഷയം? നിങ്ങൾക്കറിയാവുന്നവർക്കറിയാം. പത്രോസിനെ യാക്കോബിനെ കൊന്നു, പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു. രാത്രി കാരാഗ്രഹത്തിൽ ദൂതൻ വന്ന് പത്രോസിനെ പുറത്തിറക്കുന്ന വിവരമാണ് ഈ അധ്യായത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം ഹെരോദാവിനെ ദൈവമായ കർത്താവ് ഉന്മൂലനാശം വരുത്തി ഇല്ലാതാക്കുന്നു. ഇത്രയും കാര്യമാണ് ഇതിനകത്ത് കൊണ്ടുപോയി ചേർത്ത് വെച്ചത്. സ്തോത്രം. അപ്പോ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ കാലത്ത്, നമ്മുടെ വാക്കതാണ് ആ കാലത്ത്. സ്തോത്രം. എന്ത് സംഭവിച്ചു? ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സ്തോത്രം. കൈനീട്ടി. ബൈബിളിന്റെ പ്രയോഗം അതാണ്. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി കൈനീട്ടി. സഭ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരു സംഘടനയല്ല. അത് കുറച്ച് ആളുകൾ കൂടി കണ്ടുപിടിച്ചതല്ല. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വേദപുസ്തക ഭാഷയിലെ വാക്കുകൾ തന്നെ സ്തോത്രം വളരെ വളരെ ഡീപ്പാണ്. സഭയെക്കുറിച്ച് പൊതുവിൽ കേൾക്കുന്നത് എക്ലീസിയ എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ മലയാളി ആണെങ്കിൽ പോലും ഏതെങ്കിലും പ്രഭാഷകൻ ശാരദയിൽ വന്ന് നിങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മനസ്സിൽ തറച്ചിട്ടുണ്ടായിരിക്കാം എക്ലീസിയ. എന്നാൽ അതിനേക്കാൾ നല്ലൊരു വാക്ക് സഭയ്ക്ക് വേദപുസ്തകത്തിൽ മൂലഭാഷയിലുണ്ട്. അതിന്റെ നമുക്കറിയാവുന്ന, മലയാളികൾക്ക് അറിയാവുന്ന ഒരു വാക്കാണ് കുരിയാക്കോ എന്ന വാക്ക്. കുരിയാക്കോസ് എന്നൊരു പേര് സാധാരണ സ്തോത്രം പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോലഞ്ചേരി, എറണാകുളം ജില്ലയിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ സ്തോത്രം. ഞാൻ താമസിക്കുന്ന തിരുവല്ലയിൽ കുരിയാക്കോനെ കാണാൻ കുറവാണ്. അവിടെ നിന്ന് ആരെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ. തൃശ്ശൂരും കാണാൻ കുറവാണ്. സ്തോത്രം. ഓരോ നാട്ടിലൊക്കെ ഓരോ പേര്. സ്തോത്രം. ഒരുമാതിരി ഞാൻ ജനിച്ചു വളർന്ന ആ ജില്ലയിൽ ഒരുപാട് കുരിയാക്കോമാരുണ്ട്. കുരിയാക്കോ എന്ന് പറയുന്ന ആ വാക്കാണ് സ്തോത്രം ശരിക്കും പറഞ്ഞാൽ സഭയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലഭാഷയിലെ വാക്കുകളിലൊന്ന്. സ്തോത്രം. കുരിയാക്കോ. അതിനോടനുബന്ധപ്പെട്ടാണ് കുരിയാക്കോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ബിലോങ്ങിങ് ടു ദ ലോർഡ്, കർത്താവിന്റെ സ്വന്തം, ദൈവത്തിന്റെ വക, കർത്താവിന്റെ വക. സ്തോത്രം. നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ സ്തോത്രം ചില പ്രോപ്പർട്ടികൾ സർക്കാരിന്റെ വകയാണ്. സർക്കാരിൽ തന്നെ ചിലപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ വകയാണ്. സ്തോത്രം. അതിനകത്തേക്ക് കയറാൻ പറ്റിയല്ല. അതിനകത്തേക്ക് പ്രൈവറ്റ് ആളുകൾക്ക് പ്രവേശനമില്ല. അതിനകത്തേക്ക് ആരും സ്തോത്രം കയറിക്കഴിഞ്ഞാൽ അതിൻ്റെതായ നടപടികൾ ഉണ്ടാകും. അത് ഇന്നതിൻ്റെ വകയാണ്. എന്നതുപോലെ തന്നെ ഈ ലോകത്തിലാണ്. ഈ 2 വാക്കിന്റെ അർത്ഥം ഞാൻ പറയാം. സ്തോത്രം. എക്ലീസിയ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. സാധാരണ നമ്മൾ സ്തോത്രം സഭായോഗത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ സഭയിൽ പറയുമ്പോൾ വിളിച്ചു കൂട്ടപ്പെട്ടവർ അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്നൊക്കെ പറയാറുള്ളൂ. തിയോളജിക്കൽ സ്റ്റാറ്റസിൽ ആ വാക്കിനെ പഠിക്കുകയാണെങ്കിൽ പുറത്തേക്ക് വിളിച്ചവരുടെ കൂട്ടം എന്നാണ് സ്തോത്രം എക്ലീസിയ എന്ന വാക്കിന്റെ അർത്ഥം. പുറത്തേക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ചോദ്യം അതിനകത്ത് വരില്ലേ? അപ്പൊ എവിടെ ആയിരുന്നു? പുറത്തേക്ക് വിളിക്കണമെങ്കിൽ അകത്തായിരുന്നു. അകത്തുള്ളവരെയല്ലേ പുറത്തേക്ക് വിളിക്കും. ഇപ്പൊ ഇവിടെ അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ അകത്ത് നമ്മൾ ഇരിക്കുന്നു. വാച്ച്മാനോ ചുമതലപ്പെട്ട ഒരാളോ വന്നിട്ട് സ്തോത്രം നമ്മുടെ പാസ്റ്ററെയോ അല്ലെങ്കിൽ സഭയുടെ സെക്രട്ടറിയോ നിങ്ങളെ ആരെങ്കിലും ഒരാളെയോ സ്തോത്രം ഡോറ് തുറന്നിട്ട് കൈ കാട്ടി വിളിക്കുമ്പോൾ അകത്തിരുന്നയാളെ പുറത്തേക്ക് വിളിക്കുക എന്നതുപോലത്തെ അർത്ഥമാണ്. അപ്പോ സ്തോത്രം നമ്മൾ എവിടെ ആയിരുന്നു ഈ പുറത്തേക്ക് വിളിക്കാനെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പിടിക്കകത്ത്, ലോകത്തിൽ കടന്നവനെ, ലോകത്തിന്റെ സെറ്റപ്പിൽ കടന്നവനെ, ആ ലോകത്തിന്റെ അച്ചിൽ കടന്നവനെ കർത്താവായ യേശു തന്റെ ദാസന്മാരെ വിട്ട് ലോകത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു.
ഹല്ലേലൂയ. മനസ്സിലായി? അപ്പൊ ഇപ്പൊ ലോകത്തിലല്ല ജീവിക്കുന്നത്, ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ വ്യവസ്ഥക്കകത്ത് നിന്ന്, ലോകത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന്, ലോകത്തിന്റെ മാതൃകക്കകത്ത് നിന്ന് സർവശക്തനായ ദൈവം ഒരു കൂട്ടം ആളുകളെ ഇന്നും പിടിച്ചോണ്ടിരിക്കുന്നു. അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ. അങ്ങനെ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സഭയ്ക്കകത്ത് കയറാൻ പറ്റുള്ളൂ. ലോകത്തിനകത്ത് നിന്നുകൊണ്ട് ആർക്കും സഭയ്ക്കകത്ത് കയറാൻ പറ്റിയല്ല. ഇതിന്ന് പുറത്തേക്ക് ചെന്നെങ്കിലേ ഹല്ലേലൂയ അടുത്ത മേഖലയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ വണ്ടി പാർക്കിംഗിലോട്ട് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ നിങ്ങളുടെ വണ്ടി 1 കോടി രൂപയുടെ വണ്ടിയാണെങ്കിലും എത്ര വലിയ കമ്പനിയാണ് ഇത് കയറണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരണം. എന്നതുപോലെ തന്നെ സർവശക്തനായ ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സഭയാണ്. ആ സഭയ്ക്കകത്തേക്ക് കയറണമെങ്കിൽ ആദ്യം പുറത്തേക്ക് വരണം. സഭയ്ക്കകത്ത് നിന്ന്, പാരമ്പര്യത്തിനകത്ത് നിന്ന്, അന്യായ ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾക്കകത്ത് നിന്ന്, ഇതിനകത്ത് നിന്നല്ല യേശു വിളിച്ചപ്പോൾ പുറത്തേക്ക് വന്നവരാരാണോ അവർക്കാണ് സഭയ്ക്കകത്ത് പ്രവേശനം. ഇന്ന് രാത്രി അങ്ങനെ പുറത്തേക്ക് വന്നെന്ന് ഉറപ്പുള്ളവർ, ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിനകത്തല്ല ഞാൻ, ലോകത്ത് നിന്ന് പുറത്തു വന്നവരാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മറ്റേ പദം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണം. സ്വന്തം മനസ്സിനകത്ത് ഇതൊക്കെ സുവിശേഷമൊക്കെ പറയാൻ എന്താണെങ്കിലും നിങ്ങൾ ചെറിയ ദൈവമായ കർത്താവ് ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. നിങ്ങളുടെ വായിലൂടെ പറയുന്ന ദൈവത്തിന്റെ വചനത്തിന് സ്തോത്രം ദൈവമായ കർത്താവ് സാക്ഷി നിൽക്കും. ചിലരെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വസിക്കുന്ന ചിലരെ ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ, ഇന്ന് പകലത്തെ യോഗത്തിൽ വന്നവർക്കറിയാം സ്തോത്രം, പകലത്തെ യോഗത്തിൽ ദൈവം പറഞ്ഞത് സ്തോത്രം ഹല്ലേലൂയ ഒരു ആഫ്റ്റർ എഫക്റ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടാകും എന്ന് ഞാനൊരു പ്രവാചകനെ പോലെ പറഞ്ഞതല്ല, ബൈബിളിൽ നിന്ന് അറിയിച്ചതാണ്. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ സഭയ്ക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. അത് പഴയതുപോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ പഴയ സ്റ്റൈലിലെ പ്രാർത്ഥന മാറും, നിങ്ങളുടെ ആത്മീകം മാറും, സഭയുടെ ആരാധന തലങ്ങൾ മാറും, ആത്മീക അന്തരീക്ഷം മാറും, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകും. ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് രാത്രിയിൽ ഞാൻ പറയുമ്പോൾ രാവിലെ കേൾക്കാത്തവരോട് കേൾക്ക്. അത് സംഭവിക്കണം. എന്റെ ജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ കുടുംബത്തിൽ ഇതിനപ്പുറം ചിലത് സംഭവിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വക വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പുറത്തേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. അതിനകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും സഭയ്ക്ക് ഒരു ഭാഗമാകാൻ പറ്റില്ല കേട്ടോ. പുറത്തേക്ക് വരണം. സ്തോത്രം. എങ്കിലും പറ്റുള്ളൂ. ഈ കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ സ്തോത്രം കണ്ണടച്ചിരുട്ടാക്കാതെ സംശയമുള്ളവർ കർത്തൃദാസന്മാരുമായിട്ട് ചോദിക്കണം. ഇതൊക്കെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ മനസ്സിൽ കരുതണം. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങോട്ട് ചോദിക്കണം, അങ്ങനെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? സ്തോത്രം. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്, ഞങ്ങളെന്നാ പുറത്തു വന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ദൈവദാസൻ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ക്ലാസ് എടുക്കും. എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ വ്യത്യാസം എന്താ, നമുക്കത് അറിയാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്തോത്രം സുവിശേഷപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പദം അല്ല, ഞാൻ ആദ്യം പറഞ്ഞ പദമാണ് കുരിയാക്കോസ്. സ്തോത്രം. ആ പദത്തിന്റെ അർത്ഥം കർത്താവിന്റെ വക, കർത്താവിന്റെ മാത്രം സ്വന്തം. മനസ്സിലായോ? ഹല്ലേലൂയ. ചില പ്രോപ്പർട്ടികൾ സ്തോത്രം വളരെ ബന്ധവസാക്കി മതില് പണിത് അതിന്റെ മുകളിലൂടെ നല്ല കമ്പി, മുള്ളു കമ്പി ഇങ്ങനെ കണ്ടിട്ടില്ലേ? എയർപോർട്ടിനൊക്കെ ചില ജയിലിനൊക്കെ കണ്ടിട്ടില്ലേ? 10 അടി പൊക്കത്തിൽ 12 അടി പൊക്കത്തിൽ സ്വന്തം മതിൽ കെട്ടിട്ട് അതിന്റെ മുകളിലൂടെ സ്വന്തം ഇങ്ങനെ വളച്ച് വലിയ വണ്ടിച്ചക്രം പോലെ മുള്ളു കമ്പി ഇട്ട് കെട്ടിയിരിക്കുന്നത് ഞാൻ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ട്, എവിടെയും കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ഓർത്തോരണം, അതൊരു സാധാരണ പ്രോപ്പർട്ടി അല്ല, അത് ആരുടെയോ പ്രത്യേകമായ വകയാണ്. ഹല്ലേലൂയ. അത് പുറത്തുനിന്നുള്ള ശക്തികൾക്ക് പ്രോഹിബിറ്റഡ് ഏരിയയാണ്. അതിനകത്ത് ചുമ്മാ കൊണ്ടെന്ന് ഇടിച്ചു കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇവിടത്തെ ഒരു അധികാരി, ഇവിടത്തെ ഒരു ഷെയ്ഖോ രാജാവോ താമസിക്കുന്ന പ്രോപ്പർട്ടിക്ക് നിങ്ങളുടെ മനസ്സിൽ കണ്ടേ അത്രയൊക്കെ ബന്ധവസും ഒരു പ്രൈവസി ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ചോര കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അത് ആരുടെയാ? കർത്താവിന്റെ വകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ഞാൻ വൈകുന്നേരം എന്റെ മനസ്സിനകം തിരുന്ന് പാസ്റ്റർ വീട്ടിലിരുന്ന് ഒരു കൊച്ചു
കടലാസിനെ കുത്തി കുറിക്കുമ്പോൾ 1000 സ്തോത്രം ഞാൻ പറഞ്ഞു. എന്താ കാരണം? ഹല്ലേലൂയ. ദൈവത്തിന്റെ വകയായ സഭയിലെ ഒരു ശുശ്രൂഷകനായി ജീവിപ്പാൻ ഈ ലോകത്തിൽ ഒരു വിളി കിട്ടിയല്ലോ. സർവശക്തന്റെ വകയ്ക്കകത്ത് ഒരു അവകാശം എനിക്ക് കിട്ടിയല്ലോ. അതിനകത്തേക്ക് മക്കളെ പോലെ കയറി വരാൻ ഒരു അധികാരം എനിക്ക് കിട്ടിയല്ലോ. അവന്റെ വകയ്ക്കകത്ത് എനിക്കൊരു പ്രൈവസി ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്വന്തം ചെയ്യാൻ തോന്നുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി മറ്റോ ഞാൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് വന്നപ്പോൾ ഒരു സ്വപ്നഹലൂയ, ഒരു കൂട്ടായ്മ വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ നോർത്ത് ആരാണ്ടൊക്കെ കൂടി കണ്ടുപിടിച്ച് വട്ടം കൂടി സ്വപ്നഹലൂയ വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ സംഘടനയല്ല സഭ. പിന്നെ എന്താണ് അതിന്റെ വാക്കിന്റെ അർത്ഥം? ഇതാണ്, കർത്താവിന്റെ വകയാണ് സഭ. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, ഒരു ആത്മീക മുതലാളിയുടേതല്ല, ഒരു കമ്മിറ്റിയുടേതല്ല. സഭ കർത്താവിന്റെ വകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളിവിടെ ഏറ്റു പറയണം, ഞങ്ങളുടെ സഭ ആരുടെ കൈവശത്തുമല്ല, ആരുടെ കൺട്രോളിലുമല്ല. പിന്നെ ഇവിടുത്തെ വ്യവസ്ഥാപിതമായ കാര്യങ്ങളിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു കസ്റ്റോഡിയനെ പോലെ കാര്യങ്ങളും കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ യഥാർത്ഥ അവകാശി കർത്താവാണ്, അവന്റെ വകയാണ്. കർത്താവിന്റെ വക. ഇനി ആ പദം വെച്ചുകൊണ്ട് നമുക്ക് വാക്യത്തെ ശ്രദ്ധിക്കാം. ഹെരോദാവ് ആ കാലത്ത് ഹെരോദ രാജാവ് അല്ല, സഭയിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ ഇത്ര നേരം ശ്വാസം മുട്ട് പറഞ്ഞ എന്തായിരുന്നു സ്തോത്രം? അത് നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞു. ഇനി നമുക്ക് പഠിച്ച വാക്ക് വെച്ച് പറ. സ്തോത്രം. ആ കാലത്ത് ഹെരോദ രാജാവ് കർത്താവിന്റെ വകയിലേക്ക് കൈനീട്ടി. സ്തോത്രം. മനസ്സിലായോ? കർത്താവിന്റെ വകയാണ് സഭ. കർത്താവിന്റെ വകയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് കൈനീട്ടേണ്ട കാര്യമില്ല. അവനവന്റെ കാര്യം നോക്കിയാൽ അവനിവിടെ ലോകത്തിൽ സ്തോത്രം ദൈവം അനുവദിച്ചിട്ടുണ്ട്. നീ സ്വാതന്ത്ര്യത്തോടെ നടന്നു. ഒരു കാലഘട്ടം വെച്ചിട്ടുണ്ട്. സാത്താന് പോലും ഉണ്ട്. അവൻ ഊടാടി സഞ്ചരിക്കുന്നു. കറങ്ങി നടന്നോട്ടെ. സ്തോത്രം. ഇയ്യോബിന്റെ അടുക്ക് വന്നപ്പോൾ ദൈവം തമ്പുരാൻ ചോദിച്ചു സാത്താനോട്, സാക്ഷാൽ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടുത്ത്. ദൈവം പറഞ്ഞോ അങ്ങനെ ഊടാടുവൊന്നും വേണ്ട, എങ്ങനെ ഒരു മൂല പോയിരുന്നോളണം. സ്തോത്രം. പറഞ്ഞില്ലല്ലോ, ഒരു കാലം വെച്ചിട്ടുണ്ട് നീ ഭൂമിയിൽ ഊടാടിക്കും, പക്ഷെ എന്റെ വകയിലേക്ക് കൈ നീട്ടരുത്. അല്ല ദൈവം പറയുന്നുള്ളൂ. സ്തോത്രം. യോബിന്റെ കേസിൽ അങ്ങനെയല്ലേ പറഞ്ഞത്? നീ എവിടെയെങ്കിലും കറങ്ങുകയാണെന്നോ, നീ ഏതിനെ വേണമെങ്കിലും എഴുതുകയാണെന്നോ, നീ എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ ഈ ഭൂമിയിൽ എന്റെ വകയുണ്ട്. എന്റെ വകയുണ്ട്, അവിടേക്ക് കൈനീട്ടരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് അല്ല. ഏറ്റവും വലിയ സുരക്ഷിതത്വം ലോകത്തിലെ ഏതെങ്കിലും വലിയ ആൾ പാർക്കുന്ന കൊട്ടാരമല്ല. തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സഭയാണ് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ഏരിയ. ഏറ്റവും പ്രൊട്ടക്റ്റഡ് ഏരിയ. സ്തോത്രം. ഹല്ലേലൂയ. അത് പൂർവ്വമട്ടത്തിൽ അത് ചെളിവാരി എറിയാനൊക്കെ പറ്റി. ഞാൻ പറയുന്ന ആത്മീകമാണ്. പക്ഷെ അതിനകത്തേക്ക് പുറത്തുനിന്നൊരുത്തൻ കൈ നീട്ടിയാൽ ദൈവം അടങ്ങിയിരിക്കുകയല്ല. ഞാനത് പറയുമ്പോൾ ഒരു തലയിൽ കൊള്ളാതെ പോകാതിരിക്കാൻ വേണ്ടി പറയാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ പിള്ളേരൊക്കെ 2nd ജനറേഷൻ 3rd ജനറേഷൻ ഒക്കെ ആയിട്ട് ആത്മീകത്തിന്റെ മക്കളായി കൊച്ചുമക്കളായിട്ട് വരുന്നവരൊക്കെ കണ്ടേക്കാം. അവരൊക്കെ കേട്ടോളണം. അപ്പച്ചൻ ഈ യോഗത്തിന് വന്നതുകൊണ്ട്, അമ്മച്ചി വന്നതുകൊണ്ട് ആ കൂടെ ഇതിനകത്ത് ഇരുന്നു പോകരുത്. നീ മനസ്സിൽ കരുതണം. അല്ലെങ്കിൽ ദൈവത്തോട് ഒരു ദിവസം പറയണം, അപ്പാ ഇന്ന് വരെ ഞാനത് കേട്ടിട്ടില്ലായിരുന്നു, ഞാൻ ഈ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുകയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പക്ഷേ ഇന്നാണ് ഞാനത് കേൾക്കുന്നത് എന്ന് നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സാക്ഷിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ ഒരു സഹോദരനെ പോലെ പറയാം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ദൈവപുത്രനോട് വ്യക്തിപരമായി പറഞ്ഞേക്കണം, ഇന്ന് രാത്രി പറഞ്ഞതുപോലെ ഈ രാത്രി മുതൽ ഞാൻ നിന്റെ വകയായി മാറുകയാണ് എന്ന് ദൈവത്തോട് ഒരു തീരുമാനം പറഞ്ഞേക്കണം, ഒരു ഉടമ്പടി പറഞ്ഞേക്കണം, ദൈവത്തോട് എഗ്രിമെന്റ് എത്തിയേക്കണം. ഇന്ന് രാത്രി മുതൽ ശത്രു ദൈവമേ ഞാൻ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാ, നിന്റെ വിളി കേട്ട് പുറത്തേക്ക് വരികയാ, നിന്റെ വകയായി ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകണമെങ്കിൽ ഈ കാര്യങ്ങൾ അറിയണം, ഇത് വിശ്വസിക്കണം.
അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ഒന്ന്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ, നമ്മളോട് പറയുന്ന വാക്യാണല്ല. നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഏതെങ്കിലും ജാതിയോട് പറയുന്നതല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ അറിവിൽ പണ്ഡിതന്മാർ യോഗത്തിൽ കണ്ടേക്കും, പക്ഷെ നിങ്ങൾ ചില സാധാരണക്കാരെങ്കിലും അറിഞ്ഞു കാണും ഇതായിരുന്നു സഭയെന്ന്. സ്തോത്രം. കുറച്ചു പേർക്കും തോന്നിക്കാണും ഇതായിരുന്നു. ഞാൻ വിചാരിച്ചു സ്തോത്രം എല്ലാവരും കൂടി ആണ്ടിൽ ഇലക്ഷൻ നടക്കുന്ന സ്തോത്രം പാസ്റ്റ് 3 കൊല്ലം വഴി മാറി വരുന്ന ഒരു പ്രസ്ഥാനമായിരിക്കുന്നു. അങ്ങനെ നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റണം. അതൊക്കെ ഒരു സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കർത്തൃദാസൻ കസ്റ്റോഡിയനാണ്. ഈ പ്രോപ്പർട്ടി ഇതെല്ലാം കർത്താവ് വരുവോളം സൂക്ഷിക്കാൻ കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു കസ്റ്റോഡിയൻ. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഏത് അധികാരവും. പക്ഷെ ഇത് കർത്താവിന്റെ വകയാണ്. ആ കർത്താവിന്റെ വകയായി മാറിയാൽ, അങ്ങോട്ട് ആരെങ്കിലും അനധികൃതമായി കൈ നീട്ടിയാൽ കർത്താവ് അടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം എവിടെന്നെങ്കിലുമൊക്കെ പോരാട്ടമുണ്ട് സ്വന്തം അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇത്രയും നല്ല യോഗത്തിൽ പങ്കെടുത്ത് 7 ദിവസം ദൈവത്തിന്റെ വചനം കേട്ടിട്ട് സ്വന്തം ജൂൺ മാസം 1-ാം തീയതി മുതൽ തനിയാവർത്തനം പിന്നെയും ആവർത്തിക്കാൻ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ മാർഗമൊന്നുമില്ല. അതല്ല, ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം, ഞാൻ കർത്താവിന്റെ വകയാണെങ്കിൽ പുറത്തുനിന്നൊരു ശക്തി എന്റെ കുടുംബത്തിലേക്ക് കൈ നീട്ടിയാൽ, എന്റെ പ്രോപ്പർട്ടി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന, പക്ഷെ ഞാനിവിടെ പാർക്കുമ്പോൾ ഇതിനകത്തേക്ക് അന്ധകാര ശക്തികൾ കൈ നീട്ടിയാൽ, ഇതിനകത്തേക്ക് എന്റെ സമാധാനം കെടുത്തുന്നവർ കൈ നീട്ടിയാൽ, ഇതിനകത്തേക്ക് ദുഷ്ടാത്മ ശക്തികൾ കൈ നീട്ടിയാൽ, എന്റെ ദൈവം എനിക്കൊന്നും ചെയ്യാനില്ല, കണ്ണിന് മറഞ്ഞിരിക്കുന്ന ശക്തികൾ എന്റെ കുടുംബത്തിലേക്ക് കൈ നീട്ടിയാൽ സ്വർണം ചോദിക്കാതിരിക്കില്ല. ആത്മാവിൽ പറഞ്ഞോണ്ട് ആരാധിക്ക്. യൗവനക്കാരായ പിള്ളേരല്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വെറുതെ കൈയടിക്കാതെ ഞാൻ എന്റെ യേശുവിന്റെ വകയാണ് എന്ന് നിന്റെ ആദരവ് കൊണ്ട് പറ, നിന്റെ വാ കൊണ്ട് പറ. ഞാൻ എവിടെ പോയാലും, ഞാൻ അപ്പനെ വിട്ട് അമ്മയെ വിട്ട് എവിടെ പോയാലും ഞാൻ ലോകത്തിൽ ഏത് രാജ്യത്ത് സ്വർഗം എനിക്ക് തരുന്ന ഏതൊരു അവസ്ഥയിലും എവിടായിരുന്നാലും ഞാൻ എന്റെ യേശുവിന്റെ വകയായിരിക്കും. യേശുവിന്റെ വകയാണെങ്കിൽ അതിലേക്ക് കൈനീട്ടാൻ തമ്പുരാൻ സമ്മതിക്കില്ല. സ്തോത്രം. ഹെരോദാവ് കൈ നീട്ടി എന്ന് പറഞ്ഞോണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. പക്ഷെ അധ്യായം തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിലും പറയാം. ഞാൻ ആദ്യം പറഞ്ഞോളൂ, വീണ്ടും പറയാം. ദൈവം ഒരു എടുത്തിയാട്ടക്കാരനല്ല. ഞാൻ ശ്രോത്രയോഗത്തിന്റെ ഇടയിൽ പറഞ്ഞു, ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരു പെട്ടെന്ന് സ്തോത്രം, നമ്മൾ മലയാളികൾ പറയില്ലേ, വെട്ടൊന്ന് മുറി 2 എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കയറി പ്രകോപനം ഉണ്ടാക്കുന്ന പ്രതികരിക്കുന്ന ഒരാളല്ല ദൈവം. ശാന്തനായതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റേ അസൂയ, എൻ്റെ കർത്താവ് എന്നെ പ്രവർത്തിക്കാതെ ഇത്രയും ചോദിച്ചിട്ട് മറ്റോനെ എന്നെ വണ്ടി ഇടിക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ചു പറയണം, അങ്ങേര് ശാന്തനായതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. മനസ്സിലായോ? നമുക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ കയറുന്ന സമയത്ത്, നാട്ടിലൊക്കെ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൂടെ 2 വണ്ടി പോയി കൈ കാണിച്ചിട്ട് വണ്ടിക്കാരൻ നിർത്തിയിരിക്കും, നമ്മളവനെ പ്രാകും. ഇതൊക്കെ എൻ്റെ ആൾക്കാരുടെ ഗുളിക മേടിക്കാൻ പോകുന്നതാണ്, ആൾക്കാർ ഞാൻ പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചു വിടും. അത് കഴിഞ്ഞ് നമുക്കൊരു കൈ കാണിച്ച് വണ്ടി നിർത്തി, നമ്മൾ കയറി. അപ്പോൾ ആ ഡ്രൈവർ കൈ കാണിക്കുന്ന എല്ലാവരുടെ അടുക്ക് നിർത്തുവാണെങ്കിൽ പിന്നെ നമ്മൾ പറയാൻ തുടങ്ങും, ഇയാളെന്നാ ഡ്രൈവറാണ്, ആണെന്നോട് തന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റും. കാരണം എന്താ, നമ്മൾ കയറിയാൽ പിന്നെ എങ്ങനെ നിർത്തരുത്. അതാ മനുഷ്യൻ. സ്വത്രം നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ സ്വത്രം രാത്രിക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവം ഒരു എടുത്തിയാട്ടക്കാരനല്ല. അതുകൊണ്ട് നമുക്ക് ആ ഗുണം. പെട്ടെന്ന് ആശയം എടുക്കുമായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ, നമ്മുടെയൊക്കെ പണ്ട് പുറത്താക്കിയേനെ. ദൈവം ദീർഘക്ഷമയുള്ളവൻ. ഇന്നലെ മിനിങ്ങാൻ നടന്ന രാവിലെ നമ്മൾ ചിന്തിച്ചു, ദീർഘക്ഷമയുള്ളവൻ.
മോശയുടെ മുമ്പിലൂടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ? രാവിലെ വന്ന് സ്വന്തം ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ ഒന്നോടെ പറയാൻ വേണ്ടി തോന്നുക, കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചിട്ട് മോശ ആകപ്പാടെ മ്ലാനനായി. അവര് നിമിത്തം ആകപ്പാടെ എല്ലാം വഴി അടഞ്ഞ് ഇനി ആകെ എല്ലാം താളവും തെറ്റി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, 2 കൽപ്പലക ചെത്തിക്കൊണ്ട് മോളിലേക്ക് വാ. പേടിച്ചാ ചെല്ലുന്നത്. കാരണം ആകപ്പാടെ താഴെ ആളുകളെല്ലാം കൂടി കാളക്കൊട്ടി ഉണ്ടാക്കി അതിനകത്തൊരു കോപം ദൈവത്തിന് കാണും. 2ാമത് കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചു. അത് ശരിയായില്ല, മനസാക്ഷി കുത്തുണ്ടെങ്കിലും ദൈവം പിടിച്ചപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റിയില്ല. 2 കൽപ്പലയും കൊണ്ട് മോളിൽ പോയി. ഞാൻ അന്ന് പറഞ്ഞ പോലെ പറയുക, 1ാം ക്ലാസ്സിലെ കൊച്ച് സ്ലേറ്റും കൊണ്ട് സ്കൂളിൽ പോയിരുന്ന് കഴിയുമ്പോൾ, അമ്മ പോയി കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് കണ്ടിട്ടുണ്ടോ? കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയവർക്ക് അറിയാം. കൊണ്ടാക്കി സ്തോത്രം. അമ്മ പോകാതിരിക്കാൻ വേണ്ടി മാക്സി അടവെടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ചേച്ചി ഇവിടെ നിൽക്കണ്ട, അവനെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. അവനങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ വണ്ടി കയറി പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതിന് പിന്നെ അവൻ നോക്കി അമ്മയെ കാണുന്നില്ല. പിന്നെ ഈ സ്ലേറ്റും കൊണ്ട് പകച്ചിരിക്കുന്നത് പോലെ പർവ്വതത്തിൽ കയറി മോശയും കല്ലുമായിട്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം അങ്ങ് ഇറങ്ങി വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അങ്ങ് ഇറങ്ങി വന്നിട്ട് മോശയുടെ മുമ്പിലൂടെ നടന്നിട്ട് ഘോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഘോഷിച്ചു. എന്താ ഘോഷിച്ചത്? ദൈവം പറഞ്ഞ് മോശയോട് പറയുക, ഞാൻ ദീർഘക്ഷമയും മഹാദയയും കരുണയും കൃപയും വിശ്വസ്തതയുള്ള ദൈവം. എന്തിനാ കൽപ്പലയും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? പറയുന്നത് എന്തിനാ? പറഞ്ഞ കാര്യം എന്താ? നീ വിചാരിക്കുന്നത് പോലെ നിന്നെ ഇവിടെ വിളിച്ചു കയറ്റിയിട്ട് കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ വരെ വിളിച്ചു കയറണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെയ്യാൻ കഴിയില്ലാത്തതായതുകൊണ്ടല്ല, ഞാൻ ചെയ്യാത്തത് നിന്റെ ഗുണമല്ല, ഞാൻ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാണ്, ഞാൻ മഹാദയുള്ളവനായതുകൊണ്ടാണ്, ഞാൻ കരുണയുള്ളവനായതുകൊണ്ടാണ്, ഞാൻ കൃപയുള്ളവനായതുകൊണ്ടാണ്. 2ാമതും നീ പൊട്ടിച്ചു കളഞ്ഞത് 2ാമത് ഞാൻ എഴുതാൻ തീരുമാനിക്കുന്നതിന് കാരണം നിന്റെ ഗുണമല്ല, നിന്റെ ആൾക്കാരുടെ ഗുണമല്ല, എന്റെ ഗുണമാണ്. അത് ഞാൻ ഒന്നോടെ സഭയോട് പറയാം. എന്തിനാ 2ാമത് വീണ്ടും അതേ പദം പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഒന്നോടെ ഇന്ന് രാത്രി കേൾക്കാൻ വേണ്ടി പറയാം. നാം ഇന്ന് രാത്രി കൃപയിൽ നിൽക്കുന്നെങ്കിൽ, ശുശ്രൂഷയിൽ നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബം ചിന്നാതെ നിൽക്കുന്നെങ്കിൽ, അത് നിന്റെ ഗുണമല്ല, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ ഗുണമാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി കാലം നിലനിൽക്കുന്നതെന്ന്. ദൈവം വിശ്വസ്തൻ, ദൈവം ദീർഘക്ഷമയുള്ളവൻ. അതുകൊണ്ട് ദൈവം അന്നേരമൊന്നും വേണ്ടിയില്ല, കൈയൊക്കെ നീട്ടി. ചില അർത്ഥമൊക്കെ ഉണ്ടായി. അപ്പൊ ആദ്യം പറഞ്ഞത് സ്വത്രം ദൈവത്തിന്റെ വകയാണെങ്കിൽ അതിനകത്തേക്ക് കൈ നീട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലല്ലോ പാസ്റ്ററെ എന്ന് സ്വത്രം വിവരമുള്ള ചില ആളുകളുടെ മനസ്സിൽ കിടന്ന് മറയുന്നുണ്ട്. കാരണം എന്താ? യാക്കോബിനെ കൊന്നില്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വകയിലേക്ക് കൈ നീട്ടി അങ്ങനെ കൊന്നില്ലേ സ്വത്രം എന്നൊരു ചോദ്യം വരും. ആ ചോദ്യമാണ് നമുക്ക് ആ കാലത്തു നിന്നുള്ള വാക്കിലേക്ക് എത്തിച്ചേരേണ്ടത്. നമുക്ക് എത്തിച്ചേരാം ശാന്തമായിട്ടിരുന്നപ്പോൾ. അതിനകത്ത് കയറി പിടിച്ചുകൊണ്ടിരുന്ന അതിന്റെ ഇടയ്ക്ക് വരുന്ന കാര്യമൊന്നും മനസ്സിലാവുകയില്ല. സ്വത്രം അത് നമുക്ക് പറയാം, ഞാൻ മറന്നതല്ല, അവിടെ കൊണ്ടായി നിർത്തത്തുള്ളൂ. എന്തുകൊണ്ടാണ് സ്വത്രം കൈ നീട്ടി യാക്കോബിനെ കൊല്ലണ്ട വന്നത് എന്ന് പറയാം. സ്വത്രം അതിനേക്കാൾ മുമ്പ് ഞാൻ പറയാം. സ്വത്രം ദൈവം അങ്ങനെ ഈ കൈ അവന്റെ വകയിലേക്ക് ഹെരോദാവ് കൈ നീട്ടി അനുവദിച്ചു. പത്രോസിനെ പിടിച്ച് ജയിലിനകത്തിട്ടു. സ്വത്രം പത്രോസിനെ പുറത്തിറക്കി. അന്നേരമൊന്നും ദൈവം വേണ്ടിയില്ല. പിന്നെയും വാഴുവാണ് ഹെരോദാവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം സ്വത്രം തക്കം പാർത്തിരിക്കുന്നവനാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ദൈവം ഉന്നം വെച്ച് തക്കം പാർത്തിരിക്കുന്നവനാണ്. കറക്റ്റ് സമയത്ത് ദൈവം എന്തെങ്കിലും ചെയ്യുള്ളൂ, പറ്റിയ സമയം. അങ്ങനെ ഹെരോദാവ് യാക്കോബിനെ കൊന്നു. യഹൂദന്മാർക്ക് പ്രസാദമായി. ദൈവം അനങ്ങിയില്ല. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ട് ദൂതനെ വിട്ട് പുറത്തിറക്കി. അതൊരു വാർത്തയും ഒക്കെ ആയിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് അതും തീർന്നു. പിന്നെയും പുള്ളി സ്വത്രം അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം ഒരു സമയം നോക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം 20ാമത്തെ വാക്യം. അവൻ അഥവാ ഹെരോദാവ് സോര്യരുടെയും സീദോനുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടുവരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ വന്നു. രാജാവിന്റെ പള്ളിയിറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗിച്ച് കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. ഓക്കെ, താഴത്തേക്ക് വരുമ്പോൾ 23ാം വാക്യം. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കുക. കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ച് അവൻ ക്രിമിക്കരിയായി പ്രാണനെ വിട്ടു. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ദൈവം തക്കം നോക്കിയിരിക്കുന്നവനാണ്. സ്തോത്രം. മിണ്ടാതിരുന്നു ദൈവം യാക്കോബിനെ കൊന്നപ്പോൾ. പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടിട്ട് പിന്നെയും കാലുമേ കാലും കയറ്റി വെച്ചുകൊണ്ടിരുന്നപ്പോൾ, സിംഹാസനത്തിലിരുന്നപ്പോൾ മിണ്ടാതിരുന്നു ഒരു നല്ല സമയത്തിന് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
സ്വതന്ത്രം അയൽ രാജ്യങ്ങളായിരിക്കുന്ന സോര്യരുടെയും സീതോനിയുടെയും ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നിശ്ചയിച്ചു, ഒരു കോംപ്രമൈസ് മീറ്റിംഗ് നടക്കുകയാണ്. സ്വതന്ത്രം രാജപ്രതിനിധികൾ അഥവാ രണ്ട് നാട്ട് രാജാക്കന്മാരുടെ പ്രതിനിധികൾ, രാജാക്കന്മാർ വന്നിട്ടില്ല, പിന്നെ അവിടുത്തെ രാജസദസ്സിൽപ്പെട്ട രാഷ്ട്രീയ സമുന്നതന്മാർ, ഇവരെല്ലാവരും കൂടി സ്വതന്ത്രം അവിടെ വായിക്കുന്നത് എങ്ങനെയാ? സ്വതന്ത്രം നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ചു, എല്ലാ ദാടി മോടികളോടുകൂടെ രാജവസ്ത്രം ധരിച്ചിട്ട് പ്രധാന സിംഹാസനത്തിനകത്ത് വന്നിരുന്നു. സ്വതന്ത്രം അത് ചിലപ്പോൾ ഈ യാക്കോബിനെ കൊന്നതിന് ശേഷം നമുക്കറിയില്ല, ചിലപ്പോൾ 2-3 മാസം പിന്നിട്ട് കാണും, ദൈവം മിണ്ടിയില്ല. സ്വതന്ത്രം പക്ഷേ എല്ലാവരും കൂടി, ജനപ്രതിനിധികളും VIP-കളും സ്വതന്ത്രം അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ തലവന്മാരും എല്ലാവരും കൂടി ഒരു ഉച്ചകോടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, പ്രത്യേകിച്ച് ദൈവത്തിന് പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട വന്നില്ല. കാരണം എല്ലാവരും കൂടെ ഒരു സദസ്സിൽ വെച്ച് ഒരു ദൂതനെ കയറ്റി വിട്ടു. ആരും അറിയാതെ പോയ വഴിക്ക് രാത്രി 2:30 വണ്ടി മുട്ടി ചത്തായിരുന്നെങ്കിൽ ആരും അറിയില്ല. സ്തോത്രം, ഇതൊക്കെ സ്വാഭാവികമെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ രാജവസ്ത്രമൊക്കെ ധരിച്ച് കോപിഷ്ഠനായി, താനാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത്, അതുകൊണ്ടാണല്ലോ അവർ വന്നത്, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് അങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും അറിയാതെ പുറകിൽ കൂടെ വന്ന് ദൂതൻ ഒരു അടിയടിച്ചു. സ്തോത്രം, അവിടെ തീർന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ വകയിലേക്ക് ആര് കൈനീട്ടിയാലും എല്ലാരും കേട്ടോളണം, മനുഷ്യന് കൈകടത്താൻ പറ്റാത്തൊരു ഏരിയ ഈ ലോകത്തിൽ ഉണ്ടെന്ന് രാത്രിക്കാലം പഠിച്ചോളണം. ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ വകയിൽ കൈവയ്ക്കരുത്, അതിലേക്ക് കൈനീട്ടരുത്. സ്തോത്രം, അന്നേരമൊന്നും ദൈവം മിണ്ടിയില്ലെന്ന് വെച്ചൊന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ദൈവം മൂക്കം പാമ്പിനെ പോലെ തക്കം നോക്കി നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പരസ്യ പോലമാക്കി കളഞ്ഞു. കാരണം എന്താ? ആരും അറിയാതെ പനി പിടിച്ചതല്ല, ആഡംബരത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം VIP-കളെല്ലാം വന്ന് വിരുന്നൊരുക്കി അങ്ങനെ പ്രൗഢമായിരിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന് നടുക്ക് വെച്ച് ദൈവം ദൂതനെ കൊണ്ട് അടിച്ച് തീർത്ത് കേസ്. രാത്രി നിങ്ങളോട് ഞാനിത് പറയുന്നത് കലി തീർക്കാനല്ല, ഹെരോദാവിനെ ഉയർത്തിക്കൊണ്ടുവരാനല്ല, കോപിഷ്ഠനായ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാനല്ല, പിന്നെയോ നിങ്ങളോട് ഞാൻ പറയുന്നത് നീ ദൈവത്തിന്റെ വകയായി ജീവിക്കണം. മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്ന അന്ന് വരെ പറയണം, ഈ ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും വ്യവസ്ഥാപിതമായ ഒരു കുടുംബത്തിൽ ദൈവമായ അവകാശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ആത്യന്തികമായി ഞാൻ ദൈവത്തിന്റെ വകയാണ്. അങ്ങനെ ജീവിച്ചാൽ, നിന്റെ മേൽ കൈവച്ചാൽ, നിന്റെ നന്മയുടെ മേൽ കൈവച്ചാൽ, നിന്റെ സമാധാനത്തിന്റെ മേൽ കൈവച്ചാൽ, നിന്റെ സന്തതിയുടെ മേൽ കൈവച്ചാൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ കൈവച്ചാൽ, അവന്റെ വകയായിരിക്കുന്ന എന്തിന്റെ മേൽ കൈവച്ചാൽ സ്വർഗം മൗനമാകത്തില്ല. അവൻ തക്കം നോക്കിയിരിക്കും. കൃത്യസമയത്ത് സ്വതന്ത്രം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവരുടെ മുമ്പിൽ വെച്ച് ദൈവം ചെയ്തിരിക്കും. ദൈവം അത് ചെയ്തിരിക്കും, ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുക, ചില കാര്യങ്ങളുടെ നടപടി ദൈവം ചെയ്യട്ടെ. നീ ദൈവത്തിന്റെ വകയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അന്ധകാര ശക്തികൾ, ഞാനൊരു മനുഷ്യനെയോ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ ഒന്നുമല്ല ഞാൻ കാണുന്നത്, അന്ധകാര ശക്തികൾ, സഭയുടെ ശത്രു പിശാചാണ്. പിശാച് നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വിഷയത്തിലേക്ക് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വാക്കാണ്, തൊട്ടിട്ടില്ല, പിടിച്ചിട്ടില്ല, ഞാൻ ആ വാക്ക് തന്നെ സ്വതന്ത്രം നിങ്ങൾക്ക് കൈമാറ്റം തരിക. നിന്നെ തൊട്ടില്ല, നിന്നെ പിടിച്ചില്ല, നിന്നെ തള്ളിയിട്ടില്ല, ആ കരങ്ങൾ നിന്നെ ഞെക്കിയില്ല, നിന്റെ നേരെ കൈ നീട്ടിയാ മതി. ദൈവം അടങ്ങിയിരിക്കുകയല്ല, അടങ്ങിയിരിക്കുകയല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിനക്ക് നേരെ നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ ബ്ലെയിം ചെയ്യാൻ, നിന്റെ നന്മ ചോർത്തിക്കളയാൻ, നിന്റെ ബിസിനസിനെ ഇല്ലാതാക്കാൻ, നിന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ, നിന്റെ വിശ്വാസം ചോർത്താൻ ഏതെങ്കിലും ശക്തികൾ നിനക്ക് നേരെ കൈനീട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ രാത്രി ചേർന്ന വിജയം ആഘോഷിക്ക്, ഏറ്റെടുത്ത് സ്വന്തം ചെയ്യാം. ഈ രാത്രി കാലം നീ ദൈവത്തിന്റെ വകയാണ്, നീ ദൈവത്തിന്റെ വകയാണ്. നീ അത് ഐഡന്റിഫൈ ചെയ്തോളണം, അത് നീ ഉറപ്പിച്ചോളണം.
ആര് കൈ നീട്ടിയാലും വിശ്വാസം വരുന്നവരെ ആ ജീവനും ശക്തി ജീവനും ചൈതന്യവും നിന്നിൽ കേറുന്നതുവരെയും ഈ വചനത്തെ മുഴുവൻ പിടിച്ചോണ്ട് സ്വന്തം ചെയ്തോളൂ. എന്റെ കർത്താവേ, ഞാനത്ര ഭാഗ്യവാനാ, ഞാനത്ര ഭാഗ്യവാനാ. സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല, വലിയ ശമ്പളം ഇല്ല. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വകയായത് കൊണ്ട് ഏതെങ്കിലും ശക്തികൾ എനിക്ക് നേരെ കൈ നീട്ടിയാൽ, എന്റെ കുടുംബത്തിൽ നേരെ കൈ നീട്ടിയാൽ, ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിന് നേരെ കൈ നീട്ടിയാൽ, അവനെ വെറുതെ വിടാത്തൊരു ദൈവമാണ് സഭയുടെ കാന്തൻ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ജനത്തിന് ഇത് ഫലിക്കട്ടെ, അവർ ധൈര്യപ്പെടട്ടെ. അത് ദൈവം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ സമാധാനം കേടുണ്ടാക്കാൻ, ശാരീരിക ബലഹീനത ഉണ്ടാക്കാൻ, മാനസികമായി ടെൻഷനിലാകാൻ ഏതെങ്കിലും കാര്യങ്ങൾ നിന്റെ ജനത്തിന് നേരെ നീട്ടിയിട്ടുണ്ടെങ്കിൽ, സഭയ്ക്ക് നേരെ നീട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കരഘോഷത്തോടെ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിജയം ഏറ്റെടുക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കേൾക്കണം. സ്തോത്രം. ആ കാലത്ത് സ്തോത്രം, ആ വാക്യത്തിലേക്ക് നമുക്ക് എത്തണമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കൂ. അതിനകത്തേക്ക് ഒന്ന് കടക്കുകയാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. 6-ാമത്തെ വാക്യത്തിലേക്ക്, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചതിന്റെ തലേ രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. ഈ അധ്യായത്തിലെ ഏറ്റവും ചിന്തനീയമായ, ഏറ്റവും സുന്ദരമായ ഒരു വാക്യമെന്ന് വേണം പറയാൻ. ഇതിനകത്ത് പ്രശ്നമല്ല വലിയത്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചപ്പാട്. സ്തോത്രം. ഇതിനകത്ത് ഈ പറഞ്ഞവർ പറയാം, പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തുള്ള യാക്കോബിനെ കൊന്നല്ലോ, സ്തോത്രമൊക്കെ പറയും. പക്ഷെ ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. യാക്കോബിന്റെ കേസ് ഒരു ബ്രാക്കറ്റിൽ കിടക്കട്ടെ, നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നിർത്താം. എന്നാൽ പത്രോസിന്റെ കേസ് വന്നു. പത്രോസിന്റെ കേസ് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചു. നാളെ നേരം വെളുത്താൽ, പെസഹ കഴിഞ്ഞ് നേരം വെളുത്താൽ, ഹെരോദാവ് ഇന്ന് രാത്രി പള്ളിയറയിലേക്ക് ഉറങ്ങാൻ പോയത് തന്റെ മനക്കോട്ട ഇങ്ങനെയാണ്: നാളെ കർത്താവിന്റെ ശിഷ്യഗണത്തിൽ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസിനെ നാളെ ജനത്തിന്റെ മുമ്പിൽ നിർത്തണം. അവിടെ ജനമെന്ന് ഉദ്ദേശിച്ചത് യഹൂദ സദസ്സാണ്. കാരണം യാക്കോബിനെ കൊന്നതുകൊണ്ട് യഹൂദന്മാർക്ക് പ്രസാദമായല്ലോ. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് ടൈമൊക്കെ ആകുമ്പോൾ, ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ നാളെ സ്തോത്രം യഹൂദന്മാരെല്ലാവരും സമ്മേളിക്കും. കാരണം അറുവശാലയിൽ ഒരു അറുവ് മൃഗത്തെ കിട്ടിയിരിക്കുന്നത് പോലെ ഹെരോദാവിന്റെ കസേര ഉറപ്പിക്കാൻ, നിന്നെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് അവന്റെ കാര്യം നടത്താൻ വേണ്ടി, സ്തോത്രം, അങ്ങനെ ഒരു സ്തോത്രം, അതൊരു ടെൻഡൻസിയാണ്. നമ്മുടെ ഓഫീസിലൊക്കെ ഈ ടെൻഡൻസി നടക്കുന്നുണ്ട്, സഭയിൽ ചിലപ്പോൾ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അയാൾ 2 കിലോ ഈന്തപ്പഴോ 1 കുപ്പി തേനും മേടിച്ചു കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, പ്രസാദിപ്പിച്ചോട്ടെ, അല്ലേ? സ്തോത്രം. അവന്റെ കസേര ഉറപ്പിക്കാൻ, അവന്റെ ജോലി ഉറപ്പിക്കാൻ, അവന് സ്തോത്രം ഒരു ഇൻക്രിമെന്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കണം? നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയോ ഏത്തക്കോ ഉപ്പാരിയോ കൂടെ നിന്റെ ബോസിന് കൊടുത്തിട്ട് നീ പ്രസാദിപ്പിച്ചോ. അത് നമുക്ക് എന്നായത്? നിന്റെ കസേര ഉറപ്പിച്ചോ. പക്ഷെ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമോന്ന് അറിയില്ല. നിന്റെ ബോസിന്റെ മുമ്പിൽ നിനക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ ജോലി ചെയ്ത് നടക്കുന്നവന്റെ കുറ്റം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രശ്നം കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഷാർജയിലില്ല, അതുകൊണ്ട് സ്തോത്രം. ഇനി ഞാനായിട്ട് പറഞ്ഞ് ഉണ്ടാക്കുകയും വേണം, ചുമ്മാ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ്? സ്തോത്രം. അവനെ അറിയാമോ? സൂക്ഷിച്ചോളണം. സ്തോത്രം. ഞാൻ എന്താണെന്നറിയാം, പ്ലാസ്റ്റിക് കൂടിനകത്ത് കൊണ്ടുപോകുന്ന കണ്ടു, സാറൊന്ന് നോക്കിയേക്കണം. അപ്പൊ ഇത് പറയുമ്പോ ഇവനോടൊരു വിശ്വസ്തത വരും, മറ്റോനെ ഇത് സ്തോത്രം കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യും.
ഇതേ ടെൻഡൻസിയാണ് ഹെരോദാവ് ചെയ്തത്. പാവം സുവിശേഷം പറഞ്ഞു കിടന്ന യാക്കോബും ഹെരോദാവുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷേ ഹെരോദാവിന് പിടികിട്ടി, സഭയ്ക്കകത്തെ ആരെങ്കിലും ഒരാളെ കയറി പിടിച്ചാൽ യഹൂദന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കർത്താവിന്റെ പിള്ളേരെ വെച്ച് അവരെ ഉപദ്രവിച്ചുകൊണ്ട് അധികാരം ഉറപ്പിക്കാനും കാശുണ്ടാക്കാനും ആള് കളിക്കാനും വേണ്ടി സ്വത്രം അവൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓർത്തോളണം, ദൈവം അടങ്ങിയിരിക്കുകയാണ്. ഞാനിന്ന് രാത്രിക്കാലം ശാന്തമായി പറഞ്ഞു തരുന്നത്, ഇതൊക്കെ വരുമ്പോൾ വെറുതെ അതേ നാണയത്തിൽ പ്രതികരിക്കരുത്. ഇത് ഓർത്തോളണം. നീ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നിന്നെക്കുറിച്ച് എന്ന് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് നമുക്കങ്ങ് ഭയങ്കര പ്രശ്നമായി. നമ്മളെ വേറൊരു കണ്ണുകൊണ്ട് കാണുന്ന സ്ഥിതിയിലേക്ക് വരിക. നമ്മളെ കൊല്ലാനൊന്നും പറ്റില്ല, കൊല്ലാ പുള്ളിയും പോകത്തില്ല ഇവിടെ. അതുകൊണ്ട് ഹെരോദാവല്ലല്ലോ സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണം. ഇത് നടക്കുമ്പോൾ ഓർത്തോളണം, ഇതൊക്കെ 1-ാം നൂറ്റാണ്ട് മുതൽ നടക്കുന്നതാണ്. ഈ വാക്യം നോക്കി, പത്രോസിനെ നിർത്താൻ ഭാവിച്ചതിന്റെ തലേ ദിവസം ഹെരോദാവ് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ, ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഭാവനയെ കണ്ടു. നാളെ രാവിലെ എങ്ങനെയായിരിക്കും പത്രോസിനെ ഈ ജനത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പോകുന്നത്? ഒരു വാൻ ഹുസൈൻ്റെ ഷർട്ട് മേടിച്ച്, സ്തോത്രം, ഒരു 1-ാം തരം നല്ല കമ്പനി പാൻറ് മേടിച്ച്, നല്ലൊരു ഷൂവും ഒരു ടൈ ഒക്കെ കെട്ടിച്ച്, ഷേവ് ചെയ്യിപ്പിച്ച്, സ്തോത്രം, മുടിയൊക്കെ ഇച്ചിരി നിറച്ചിട്ടുണ്ടെങ്കിൽ ഡൈ ചെയ്ത്, പെർഫ്യൂമൊക്കെ അടിച്ച്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ അങ്ങനെ ആയിരിക്കുമോ കൊണ്ട് നിർത്താൻ പോകുന്ന നാളെ? ഊഹിക്കാലോ? അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും വിചാരിക്കണ്ട. നാളെ കൊണ്ട് നിർത്താൻ പോകുന്നത് ഒരു യഹൂദന്റെ മാന്യമായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി, കാരാഗ്രഹത്തിൽ കിടന്നപ്പോ, രാത്രി കിടന്നപ്പോ പോലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പട്ടാളത്തിന്റെ കയ്യിലേക്ക് പത്രോസിന്റെ കൈ ചേർത്ത് വിലങ്ങ് വെച്ചിട്ടാണ് രാത്രി കാരാഗ്രഹത്തിനകത്ത് കിടത്തി ഉറക്കിയത്. അങ്ങനെയാണെങ്കിൽ നാളെ പ്രതിയെ കൊണ്ടുവന്ന് ജനത്തിന്റെ മുമ്പാകെ നിർത്താൻ നേരത്ത് ഇതുപോലെ കയ്യാമം വെച്ച്, ജയിൽ വസ്ത്രം ധരിപ്പിച്ച്, സ്തോത്രം, ചെരുപ്പ് പോലും ഇടിക്കാതെ നാണം കെടുത്തി അപമാനിച്ച് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന ദൈവപുത്രന്റെ ചോരയുടെ വരെയായിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ 1-ാമനായിരിക്കുന്ന യഹൂദന്റെ വേദിയിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തേണ്ടവനെ നാളെ കൊണ്ടുവന്ന് തല ഉലിപ്പിച്ച് കയ്യാമം വെച്ച് ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. പിശാച് നിന്നെ കൊണ്ടുപോയി പല സ്ഥലത്ത് നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യും. ആ പ്ലാനുകൾ നടക്കരുത്. സ്തോത്രം. ഇത് പറയുമ്പോൾ മനസ്സിൽ കരുതിക്കൊള്ളണം, അത് ഇന്ന് രാത്രി ശാസിച്ചു വിട്ടേക്കാം. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ചില കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചോ, ചില കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ നേരിട്ടു, ചെറിയ കൊച്ചു പ്രശ്നങ്ങൾ നേരിട്ടാൽ, ഏറ്റവും ചുരുങ്ങിയത് മുതൽ ഞാൻ പറയാം. ഓക്കെ, ഒരു വഴിയിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായാൽ, സ്തോത്രം, പോലീസ് സ്റ്റേഷന്റെ വാതൊക്കെ പോയി നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി വരും, നിങ്ങൾ ഷെയ്ഖിന്റെ അളിയന എൻ്റെ പേര് പോകേണ്ട വരികയില്ല. ഒരു മുട്ടിയാൽ എന്ത് ചെയ്യണം? പോയി പോലീസ് സ്റ്റേഷന്റെ വാതൊക്കെ പോയി നിൽക്കണം. ആര്? ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ശ്രദ്ധിക്കുന്ന ആള്. വേണ്ട, നിങ്ങളുടെ കൊച്ച് സ്തോത്രം പഠിക്കാൻ വിട്ടുകൊടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ടീച്ചർ വിളിക്കുകയാണ്, നാളെ തിങ്കളാഴ്ച പേരൻസ് 2 പേരും കൂടി വരണം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ലീവ് എടുക്കണോ? കൊച്ചിനെ പഠിപ്പിക്കുന്ന എന്ത് ചെയ്യണം? ലീവ് എടുക്കണോ? ലീവ് എടുത്തിട്ട് അവിടെ പോട്ടെ എങ്ങനെയാ? കാറിൽ നിന്ന് എസ് ഐ ചാടി ഇറങ്ങുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് നേരെ ഇടിച്ച് കയറുവാണോ? അങ്ങനെയാണോ? തലതാത്തി ഭാരത്തോടെ ആ ഓഫീസിന്റെ വാതൊക്കെ പോയി നിൽക്കണം? ഒരു ചെറിയ സംഭവം മതി, നിൽക്കണം. തിരിച്ച് ഞാൻ സംഭവിക്കാതിരിക്കട്ടെ. സ്തോത്രമില്ല, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കാലയിൽ നോക്കി വെച്ചിട്ട് നീരൊക്കെ കൂടെ ആദ്യം നോക്കി നിന്ന് ജോലി കൊണ്ടത്, പിന്നെ കുറച്ചേ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നീര് വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ പോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് ക്രിയാറ്റിൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി പറഞ്ഞു, സംഭവം കൈവിട്ട് പോയി, കിഡ്നി പോയി. പേടിക്കണ്ട, ഉദാഹരണം. പെട്ടെന്ന് പറഞ്ഞു സ്റ്റേജ് മാറി, ഇനി ഇമ്മീഡിയറ്റ്ലി നോക്കാനില്ല, ഡയാലിസിസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ
ആഴ്ച 2 ദിവസം ഡയാലിസിസ് യൂണിറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കണോ, കിടക്കണോ? ആര് കണ്ടപ്പാ? സ്തോത്രം. നിൽക്കണോ? പെട്ടെന്നൊരു പ്രയാസം കൂടെ വരുന്നത് എന്താണെന്നറിയില്ല. സ്തോത്രം. ആകപ്പാടെ പ്രയാസം നേരിട്ടു, പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായി ഒരു ചെറിയ കേസിലോ ഗുളികയിലോ തീരിയാലും മേജർ ഓപ്പറേഷൻ നടക്കണം. ഡോക്ടേഴ്സ് നേഴ്സുമായിരിക്കും. നമ്മൾ ചിന്തിക്കാറില്ല, അനേകരെ ഞെക്കിയും പിടിച്ചും ഒന്നും ചിന്തിക്കാറില്ല. പക്ഷെ തിരിച്ച് സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ക്ലോസ് ചെയ്യണോ? നേരെ പോയിട്ട് തരണക്കറ അടിക്കുന്ന പോലത്തെ ഒരു നീലക്കുപ്പായി ഇട്ടുകൊണ്ട് പോയി നിൽക്കണോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് പോയി കിടക്കണോ? ഞാൻ പറയണ്ടല്ലോ. ഇച്ചിരിയോടെ ഗൗരവമാണെങ്കിൽ റേഡിയേഷൻ റൂമിന്റെ അകത്തേക്ക് ചെന്ന് നിൽക്കേണ്ട വന്നാലും. ഇന്ന് രാത്രിക്കാലം ഓർത്തോളണം, ഇവിടെയൊക്കെ നിർത്താൻ വേണ്ടി ആത്മാവിൽ ആരാധിക്കുന്നവനെ, യേശുക്രിസ്തുവിന്റെ വകയായി ജീവിക്കുന്നവനെ ഒരവസരം കിട്ടിയാൽ നാണം കെടുത്തി ചോദ്യചിഹ്നമായി കൊണ്ടു നിർത്താൻ. കുടുംബജീവിതത്തിനകത്തൊരു പ്രശ്നം വന്നു, സ്വന്തം സഹിക്ക വയ്യാതെയായി, എങ്ങനെയെങ്കിലും തലേന്ന് ഈ ബാധ ഒഴിക്കണമെങ്കിൽ കുടുംബ കോടതിയുടെ തിണ്ണെ പോയി നിൽക്കണം. എത്ര പേര് നിൽക്കുന്നു? അന്ധകാര ശക്തികൾ നിനക്ക് ആഗ്രഹമില്ലാത്ത പല സ്ഥലത്തും നിന്നെ നിർത്താൻ, വേഷം കെട്ടിച്ചു നിർത്താൻ, ഹെരോദാവിനെ പോലെയുള്ളവരെ കരുവാക്കുമ്പോൾ ഈ രാത്രി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വെറുമൊരു യോഗമാക്കി മാറ്റരുത്. എന്റെ കുടുംബത്തിൽ കൈനീട്ടരുത്. ഞങ്ങളിൽ ഓരെണ്ണത്തെ നിൽക്കാൻ പാടില്ലാത്തടത്ത്, നിൽക്കാൻ ആഗ്രഹിക്കാത്തടത്ത്, വേണ്ടാത്തടത്ത് കൊണ്ടുപോയി നിർത്താൻ സർവശക്തൻ അനുവദിക്കരുത്. അതിനെതിരെയുള്ള സകല നീക്കങ്ങളെയും ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യെശയ്യാവിനെ തൊടുവിച്ചതുപോലെ യാഗപീഠത്തിലെ തീക്കനലുമായി ഇന്ന് രാത്രി കാലത്ത് വേണ്ടി സാരാസുവരുകളെ പറന്നിറങ്ങട്ടെ. അവൻ ആഗ്രഹിച്ചു എന്റെ ദാസനെ നിയോഗമില്ലാത്തടത്ത് നിർത്താൻ, ചില സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി നിർത്താൻ, ചിലർക്ക് കൊണ്ടുപോയി തല കുലിച്ചു നിൽക്കാൻ, കരഞ്ഞോണ്ട് നിൽക്കാൻ, ഭാരപ്പെട്ടോണ്ട് നിൽക്കാൻ. എന്റെ കൂടെ ആരാധിച്ചവരോ നിന്റെ കർത്തദാസനോ വരുമ്പോൾ നീ മുഖം പൊട്ടി കരഞ്ഞോണ്ട് നിൽക്കാൻ, അരുതാത്ത സ്ഥാനത്ത് നിൽക്കാൻ പിശാചൊരുക്കുന്ന കണികൾ ഇന്ന് രാത്രി 9:30 ആരാധിക്കുന്ന ജനത്തിന്റെ കുടുംബത്തിൽ നിന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ തലമുറയിൽ നിന്ന്, അവരുടെ ബിസിനസ് മേഖലയിൽ നിന്ന്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി അതിനെ പൊട്ടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചേ, കർത്താവിന്റെ മക്കളെ വേണ്ടാത്തടത്ത് കൊണ്ടുപോയി നിർത്താൻ വ്യാമോഹിക്കുന്ന പിശാചിനെ ഞങ്ങൾ ആത്മാവിൽ എതിർക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ആവേശത്തിന് ഈ വെള്ളിയാഴ്ച രാത്രിയിലെ യോഗത്തിൽ കയറി വരുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ കൈയടിച്ച് പാസാക്കി അങ്ങ് വിട്ടേക്കരുത്. വാസ്തവത്തിൽ ഇതൊക്കെ എവിടെയാണെന്നറിയാമോ? ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കകത്ത്, പ്രാർത്ഥന മുറിക്കകത്ത് ഇത് വെച്ച് പോരാടണം. എന്റെ കാലഘട്ടത്തിൽ എന്റെ സഭയിൽ ഒരാളെ പോലും പ്രാർത്ഥിച്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവിടെ പോയി കാണുന്ന സ്ഥിതി ഉണ്ടാകരുത്. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകരുത്. സൗഖ്യമാക്കുന്ന ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങണം. ഒരുത്തരം ദുഃഖമുദ്രയാകരുത്. വ്യാപരിക്കട്ടെ അഭിഷേകത്തിന്റെ ശക്തി. Holy, 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 holy. Rakadana Navashatini. Andala Navana Hadiria. Shakana Navana Handaradia. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിന്റെ കരമിറങ്ങി, ദൈവത്തിന്റെ കൃപയിറങ്ങി. നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് കുടുംബമില്ലേ? അനാവശ്യമായി ശത്രു കൈ നീട്ടരുത്. ഒരുവന്റെ നേരെ നീട്ടരുത്. സ്വന്തം നിന്റെ സർക്കിളിൽപ്പെട്ട ഒരിടത്തേക്ക് കൊണ്ടുപോയി നിർത്താൻ ഇടയാക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിവിന്റെ പരമാവധി
ഉത്തരവാദിത്വ ബോധമുള്ളവർ ഈ വക കാര്യങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ദൈവമായിട്ട് ചർച്ച ചെയ്യണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഞാൻ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ പോലെ സ്തോത്രം, നിങ്ങൾ ഓർത്തു നോക്കിയേ, അകപ്പാടക്കാർ അലമ്പായി പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി സ്തോത്രം ഡിവോഴ്സിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ കുടുംബ കോടതിയിലേക്ക് സ്തോത്രം നമ്മുടെ കക്ഷി പോകും. അന്നേരം പാസ്റ്റർ വിളിച്ചത്, പാസ്റ്റർ ഇന്നാണ് കേസിന്റെ ദിവസം, രണ്ടിലൊന്ന് തീരുമാനിക്കണം. പാസ്റ്റർ വാക്ക് പ്രാർത്ഥിച്ചു വിടാൻ പറഞ്ഞാൽ എന്നെ പ്രാർത്ഥിച്ചു വിടും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പണ്ട് ലാസറി മാറ്റി എന്ന് പറഞ്ഞ് പാസ്റ്റർ അതിനകത്ത് വന്ന പേരും പറഞ്ഞു വിശ്വാസം. ആ കർത്തദാസനുള്ള കാര്യം കുഴപ്പമില്ല. പുള്ളി എനിക്ക് പ്രസംഗ മധ്യത്തിൽ പറഞ്ഞു, പണ്ട് കാലത്ത് സ്വത്രം ഇന്നത്തെ പോലെ ഗ്യാസ് ഇൻഡക്ഷൻ കുറിയൊന്നുമില്ലാതെ ദാരിദ്ര്യമുള്ള കാലത്ത് മഴക്കാലത്ത് വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിൻ്റെ സഭയിലെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അമ്മച്ചി കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് കാപ്പി വേണ്ട, അയ്യോ ഇവിടെ എപ്പോഴും വരുന്നതല്ല, കുടിച്ചിട്ടേ വിടത്തുള്ളൂ, ഉണ്ടാക്കാൻ പറഞ്ഞു. പിണക്കണ്ടാന്ന് പറഞ്ഞു. അപ്പം ഈ പുകയത്ത് നനഞ്ഞ പൊതുമ്പും ഇതെല്ലാം വെച്ചൊരു ഊതി പഴയ കാപ്പി ഉണ്ടാക്കുന്ന പഴയ കരിക്കലം കണ്ടത് അതിനകത്ത് ഊതി പുകയെല്ലാം അതിനകത്ത് കയറി. ലാസ്റ്റ് സ്വത്രം 1 കിലോ കാപ്പി പൊടിയിട്ട് എല്ലാം കൊണ്ടെടുത്ത് പാസ്റ്റർ കൊണ്ടുവന്ന് ഒരു പഴയ ഗ്ലാസ്സിനകത്ത് കൊണ്ട് കൊടുത്തു. പാസ്റ്റർ ഒന്ന് കുടിച്ചപ്പോഴത്തേക്കും മധുരമില്ല, ഒന്നുമില്ല, ആകെ പോണ കേസ് കേട്ടാ. ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രസംഗമധ്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്, ഇത് കുടിച്ചാൽ എൻ്റെ വയറ്റിൽ നിന്ന് പോകും, കുടിച്ചില്ലെങ്കിൽ അമ്മാമ്മ സഭയിൽ നിന്ന് പോകും. സ്വത്രം മനസ്സിലായി. എന്നതുപോലെ ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നം. പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധി സ്വത്രം കൊണ്ട് ഒരു നിവൃത്തിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ദൈവമായിട്ട് കാര്യം തീർക്കണം. സ്തോത്രം. അപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക് ഇന്നേ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൽക്കണ്ടാത്ത ഒരു സ്ഥലത്തും എന്റെ പിള്ളേരെ കൊണ്ട് നിർത്തരുത്. സ്തോത്രം. എത്രയോ മാതാപിതാക്കൾ കണ്ണുനീരോടെ ജാമ്യം എടുക്കാനും സ്തോത്രം കരഞ്ഞോണ്ട് എത്രയോ, ഞാൻ പറയുന്നില്ല, അതിരുന്നോട് രാത്രിയോടെ പറയേണ്ട ഒരു നല്ല രാത്രി പറയേണ്ട വാക്കല്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളണം. ആരും ഇന്ന് രാത്രിക്കാലം സ്തോത്ര ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് പെടരുത്. നമ്മളിൽ ലോകത്തെ ഹെരോദാവ് ദിവാസ്വപ്നം കണ്ട് അയാള് കാലും കയറ്റി സപ്രമഞ്ഞം കണ്ടില്ലേ സ്തോത്രഹല്ലേലൂയ മനന്ന് കടന്നുകൊണ്ട് പത്രോസിന്റെ ജനത്തിന്റെ മുമ്പിൽ കെടുത്തി നിർത്താമെന്ന് വ്യാമോഹിച്ച ആ മനുഷ്യനെ പോലെ അന്ധകാര ശക്തികളെ കൂട്ടുപിടിച്ച് പലരും നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വചനം തെളിഞ്ഞു വരുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, ആദ്യം രാത്രി വെട്ടിക്കളയാ. ഹല്ലേലൂയ. വെട്ടിക്കളയ. ഭാവനകളെ പൊളിച്ചു. അവിടെ ഭാവിച്ചെന്ന് എഴുതിയിരിക്കുന്നത് ഭാവിച്ചു. സ്തോത്രം. പിശാച് അവന്റെ കോട്ടയ്ക്കകത്ത് ഭാവിക്കുമ്പോഴേക്കും ദൈവം ഇവിടെ പ്രവൃത്തി നടത്തി കഴിയും. അതാ നമ്മുടെ ദൈവം. ഇത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രികാലം ബാക്കി വിഷയത്തെക്കാൾ ദൈവത്തെ വലുതായി കാണണം. 2-3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ഇന്ന് രാത്രി ആത്മാവിൽ ശക്തിയോട് ആരാധിക്കണം. കാരണം ഈ രാത്രിയിൽ പതിവിനപ്പുറം എന്തൊക്കെയോ ദൈവം ചെയ്യുന്നുണ്ട്. ആരോ കൈ നീട്ടി നിൽക്കുന്ന ദുഷ്ട ശക്തി ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ ആ കൈ മടക്കി നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി വചനം വെളിപ്പെടുമ്പോൾ അതിനെ ഇന്ന് രാത്രി ദൈവം മടക്കിയിട്ട് വീട്ടിൽ പോകാവൂ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മളെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം. പിശാചും മനുഷ്യനും ഒന്നും ഞങ്ങളെ നല്ല സ്ഥലത്താണെങ്കിലും ജീവിത സ്ഥലത്താണെങ്കിലും ലോകത്തിൽ ആരും എന്നെ നിർത്തണ്ട, ദൈവം നിർത്തിയാൽ മതി. ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യമാണോ 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം സ്തോത്രം നിങ്ങൾ നോക്കി. 18-ാം സങ്കീർത്തനം 33-ാമത്തെ വാക്യമായിരിക്കും. വായിക്കാമോ? 18-ാം സങ്കീർത്തനം 30. ആ വാക്കുണ്ട്. എന്റെ കാലുകളെ മാൻപേട, അതങ്ങ് മാറ്റി വയ്ക്കുക. അതിൽ നിന്ന് രാത്രി തോന്നും. അടുത്ത വാചകം, എന്റെ ഗിരികളിൽ
സ്വത്രം എന്നെ നിർത്തുമാറാക്കും. സ്വത്ര അവന്റെ അല്ലല്ല 33-ാമത്തെ വാക്യം. സ്വത്രം അവിടെ ഇരിക്കുന്നു. അവൻ എൻ്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കി എന്നെ ഗിരികളിൽ. ഇംഗ്ലീഷിലേക്ക് നോക്കി, സെറ്റ് മീ അപ്പോൺ മൈ ഹൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഉന്നത സ്ഥാനത്ത് എന്റെ ദൈവം എന്നെ നിർത്തും. സ്തോത്രം. മനസ്സിലായി പറഞ്ഞത്? പറഞ്ഞേക്കണ ആരും നിർത്തണ്ട, എനിക്കൊരു ദൈവം. കാട്ടിൽ കിടന്ന ദാവീദ് ഇത് എഴുതിയത്. ദാവീദിനെ വീട്ടിൽ കയറ്റാതെ, കൊട്ടാരത്തിൽ പോയിട്ട് വീട്ടിൽ കയറ്റാതെ കാട്ടുകോഴിയെ ഓടിച്ചുകൊണ്ട് നടക്കുക ശൗലും കൂട്ടരും. ആ സമയത്ത് സ്വന്തം മനസാക്ഷി അകത്തിരുന്നുകൊണ്ട് പറയും, ഇനി എന്നെ അധികാരം കിട്ടാനാ, ഇനി എന്നെ ആകാനാ, ചോര നീരും വച്ച് കാട്ടിക്കിടന്ന്. സ്തോത്ര ഹല്ലേലൂയ. അപ്പോഴും ദാവീദ് പറഞ്ഞ എന്നാന്നറിയാമോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ഉന്നത സ്ഥാനം, ഹൈ പ്ലേസ്, ഒരു ഉന്നത സ്ഥാനം എനിക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞിന് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് വേറൊരാൾ നിൽക്കുന്നത് കാണാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി അത്രയും ധൈര്യം ഈ രാത്രി ഇതിനകത്തുണ്ടാകണം. പിശാചും കൂട്ടരും കൂടി എവിടെ നിർത്തൂ എന്ന് പറഞ്ഞാലും നീ തിരിച്ചു പറയണം, ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്റെ കുഞ്ഞിനെ നിർത്താമെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ എന്റെ കാതിൽ കേട്ടതാണ്, എന്റെ സ്വർഗം എന്നോട് പറഞ്ഞതാണ്. അവൻ അരുളി ചെയ്തു, ഞാൻ 2 വട്ടം കേട്ടതാണ്. എന്നെ നിർത്താന്ന് പറഞ്ഞ് ഒരു ഉയർന്ന സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ച് ഞാൻ കയറുമെന്നല്ല, ആരുടെയെങ്കിലും കാല് പിടിച്ച് ആ സ്ഥാനം തട്ടിയെടുക്കുമെന്നല്ല. പെണ്ണരുത് കേട്ടോ, ഓട്ട് പിടിച്ചു, പാനലുണ്ടാക്കി, പക്ഷം പിടിച്ചു ആ സ്ഥാനം ഞാൻ എങ്ങനെയെങ്കിലും പിടിക്കുമെന്നല്ല. എനിക്കൊരു ഉയർന്ന സ്ഥാനം എന്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ കാട്ടിലാ കിടക്കുന്നതെങ്കിലും അധികം താമസിയാതെ എന്റെ ദൈവം എന്റെ ഉയർന്ന സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കും. മലയാളം വായിച്ചാൽ 1000 വട്ടം വായിച്ചാൽ പിടികിട്ടിയല്ല. എന്റെ ഗിരികൾ എന്നെ നിർത്തുന്ന പറയുമ്പോൾ ഏതോ പാട്ടിന്റെ വരിയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് വേർഷനിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ തലയിൽ അഭിഷേകം ഒഴിച്ചപ്പോ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ടാണ് അഭിഷേകം ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനും എന്നെ നിർത്തിയതിനും ഇടയിൽ എനിക്കൊരു പ്രോസസ് പീരീഡ് ഉണ്ടായിരുന്നു. അന്നെല്ലാരും പറഞ്ഞു ആകാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഹൈ പ്ലേസിൽ വേറെ ആരെ നിർത്തിയാലോ കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ പിള്ളേരോടൊക്കെ പറയാം, എല്ലാ പിള്ളേരും കേൾക്കണം. സ്തോത്രം. ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങളെ കൂടെ നിർത്താൻ ഏറ്റവും മെച്ചപ്പെട്ട സ്തോത്രം സ്ഥാനങ്ങളും വ്യക്തികളെയൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ദൈവം കണ്ടിട്ടുണ്ട്. സ്തോത്രം. പിന്നെ നിങ്ങളാരും ധൃതി പിടിച്ച് പെട്ടെന്ന് അടാപിടിയെന്ന് ഇനി കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കല്യാണ വീട്ടിൽ പോയി ഉന്തും തള്ളും ഉണ്ടാക്കുന്ന പോലെ വെറുതെ ഉന്തും തള്ളും ഉണ്ടാക്കി കിട്ടുന്നതിനെ പിടിച്ച് നിൽക്കണ്ട. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മനസ്സിലായിട്ട് മണ്ടം കളിക്കുവാണെങ്കിൽ അങ്ങനെ ആയിക്കോ. സ്തോത്രം. മനസ്സിലായല്ലോ? നിന്റെ കൂടെ നിൽക്കേണ്ടത് ആരാണോ ആ ഉയർന്ന സ്ഥാനം ദൈവം കരുതിയിട്ടുണ്ട്. അത് വേറെ ആരെയും ദൈവം നിർത്തിയാല. സ്തോത്രം. അങ്ങനെ തന്നെ ഇന്ന് രാത്രികാലം ജീവിതം നയിക്കുന്ന എല്ലാവരും ഓർത്തോണം, എന്റെ കർത്താവ് എന്നെ നിർത്തിയൊരു സ്ഥാനമാണ്. ആ വലത്തു ഭാഗത്ത് കയറി വേറെ ആര് നിൽക്കാൻ നോക്കിയാലും അതിനി എന്തൊക്കെ തന്ത്രങ്ങൾ, ഏതൊക്കെയോ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൂട് പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചോണ്ട് പറയുക, അതിന്റെ പുറകിൽ കടിക്കുന്ന സകല ചാരപ്രവൃത്തികളെയും നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് നിന്നെ വലിച്ചു മാറ്റിയിട്ട് മറ്റൊരാളെ നിർത്താൻ വേണ്ടി പോരാടുന്ന പോരാട്ടങ്ങളെ ഇന്ന് രാത്രി പൊട്ടിച്ചോണ്ടിരിക്കുക. ആ കാലത്ത് കൈനീട്ടിയ കാലത്ത് അതിനിടയിൽ ഭക്തന്മാര് ജീവിക്കൂ, വിശുദ്ധന്മാര് ജീവിക്കൂ, പ്രാർത്ഥിക്കുന്നവർ ജീവിക്കൂ, കർത്താവിലുള്ളവർ ജീവിക്കൂ.
ഇവിടെ ഏത് കിങ്കരൻ ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും ദൈവത്തിലുള്ളവർ ആ കാലത്തും ജീവിക്കണം. ഒത്തിരി ദൂതുകൾ റെഡ്യൂസ് ചെയ്ത അവസാന ഭാഗം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ വകയായിട്ടും എന്തുകൊണ്ട് സ്തോത്രം അതിനകത്തേക്ക് കൈനീട്ടി യാക്കോബിനെയൊക്കെ തൊടേണ്ടി വന്നെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ആരാധനയിലേക്ക് നമ്മൾ കയറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളുക. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചു അന്ത്യോക്യ സഭ അത് പെട്ടെന്ന് ഭയങ്കരമായ ഒരു നിലവാരത്തിലേക്ക് സുവിശേഷം പറയുന്ന സഭയായി. 5 കൂടങ്ങൾ ആ സഭയ്ക്കുള്ളൂ, പക്ഷെ 5 ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. സുവിശേഷം പറയുന്ന സഭയായി, ക്രിസ്ത്യാനികൾ എന്ന പേര് സമ്പാദിച്ച സഭയായി, ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന സഭയായി, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്ന സഭയായി, മിഷണറിമാരെ അയക്കുന്ന സഭയായി, അന്തർദേശീയ പ്രവാചകന്മാർ വരുന്ന സഭയായി, ഇന്റർനാഷണൽ പ്രവചനങ്ങൾ വെളിപ്പെടുന്ന സഭയായി. ഏത്? അന്ത്യോക്യ സഭ. അവിടെ ഭയങ്കരമായിട്ട് അന്ത്യോക്യ സഭ പിടിച്ചു കയറി. യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരടക്കം അന്ത്യോക്യയിലേക്ക് വരാൻ തുടങ്ങി. അന്ത്യോക്യ സഭ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാ യെരുശലേമിലെ സഭ. യെരുശലേമിലെ സഭ പതുക്കെ സ്തോത്രം ഓരോരോ പ്രശ്നങ്ങൾ വന്നങ്ങ് മങ്ങാൻ തുടങ്ങി. സ്തോത്രം. അന്ത്യോക്യ സഭയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തുടങ്ങിയത് അവിടെയാണെങ്കിൽ അതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിലും അവിടെ പല കാര്യത്തിനും മടിപ്പായി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യെരുശലേമിലായിരുന്നു അഗബോസ്. അവിടെ വെളിപ്പെടുന്ന ദൂതാണ് ലോകത്തിലൊക്കെയും ക്ഷാമം ഉണ്ടാകുന്നത്. അവിടെ വെളിപ്പെട്ടില്ല, അന്ത്യോക്യയിലാണ് വെളിപ്പെട്ടത്. ഞാൻ പറഞ്ഞു എല്ലാ ദൂതും എല്ലായിടത്തും വെളിപ്പെടിയാല, അവിടെ വെളിപ്പെട്ടില്ല. യാക്കോബിനെ കാരാഗൃഹത്തിൽ അടച്ച സമയത്ത് പ്രാർത്ഥിച്ചതായിട്ട് രേഖയില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്തോത്രം, ഒരു എരിവ് അവിടെ കാണുന്നില്ല. ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, എണ്ണ കുറഞ്ഞ വിളക്ക് പോലെ മങ്ങാനാ പ്ലാനെങ്കിൽ എരിവുണ്ടാക്കുന്നവനാ ദൈവം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? സ്തോത്രം. അതുകൊണ്ട് ആ കാലത്ത് ദൈവം കൈ നീട്ടാൻ അനുവദിച്ചു. യാക്കോബിനെ പതുക്കെ പിടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിനെ പിടിച്ച കാലത്ത് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സഭ ഒന്നടങ്കം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പറ സ്തോത്രം. പിന്നെ നമ്മൾ വിധിയാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ഭാരതീയരാണ്, മലയാളികളാണ്, ഞങ്ങളുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാലും വിധിയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പം നിർത്തിയേക്കാം പ്രസംഗം. അതല്ല, പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നത്. യാക്കോബിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടപ്പോൾ, ഈ പത്രോസിനെ പിടിച്ചപ്പോൾ കാണിച്ച എരിവും പ്രാർത്ഥനയും അന്നുണ്ടായിരുന്നെങ്കിൽ അന്നും ദൈവം ദൂതനെ അയച്ചേനെ. ഹല്ലേലൂയ. പതുക്കെ ഉറങ്ങാനാ പ്ലാനെങ്കിൽ, സ്തോത്രം, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, ഇനി വലിയ പ്രശ്നമൊന്നുമില്ല, പതുക്കെ അങ്ങോട്ട് ഒരു സെറ്റപ്പിലേക്ക് മാറാനാ പ്ലാനെങ്കിൽ ദൈവം തമ്പുരാൻ കൈ നീട്ടാൻ അനുവദിക്കും. അതിനകത്ത് എരിവുണ്ടാക്കും. സ്തോത്രം. അപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ ജീവിക്കും. രാത്രി നിങ്ങൾ ഓർത്തോളം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എത്ര വൻകിട ശക്തികൾ ഏതൊക്കെ നിലവാരത്തിൽ വന്നാലും പുറകിൽ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടോ, സ്വർഗം പ്രവർത്തിച്ചിരിക്കും. ഇന്ന് രാത്രിക്കാലം എന്നും ഓർത്തോറണം. സഭ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ പറ്റിയ ഒരു സ്ഥലം, അതിനുവേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ല. നിന്നെ പിടിച്ചു നിർത്താൻ, നിന്നെ പ്രാർത്ഥിച്ചു നിർത്താൻ, നിന്നെ ഉപദേശിച്ചു നിർത്താൻ, നിന്നെ അനുഗ്രഹിച്ചു നിർത്താൻ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഇതിനെല്ലാത്തിനും കൂടി ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ സഭ. ആ സഭയുടെ പിന്തുണ ആർക്കുണ്ടോ അവരെ ശത്രു എവിടെ കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിച്ചാലും സഭ അതിനെ പ്രാർത്ഥിച്ച് തിരിച്ചു പിടിക്കും. ഈ സഭ അങ്ങനെ ഒരു സഭയായിരിക്കട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സഭ ഓരോരുത്തരെ ഒറ്റിക്കൊടുക്കുന്ന സഭയായിരിക്കില്ല. ഞങ്ങളിൽ ഒരെണ്ണത്തെ ശത്രു ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾ വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച് അവന്റെ ആശ ക്യാൻസൽ ചെയ്തിട്ട് ദൈവം തന്റെ ദൂതനെ അയച്ച് ഉടുതുണി അഴിച്ചു വെച്ച പത്രോസിനെ കൊണ്ട് വസ്ത്രം ധരിപ്പിച്ച് ചെരിപ്പിടിച്ച് തിരിച്ച് ശുശ്രൂഷയിൽ ഇറക്കിയ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവമായി പറയാം, നിന്നെ ഒതുക്കിയ
ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ദൈവസന്നിധി നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധാനത്തിൽ ഇന്ന് രാത്രികാലം എഴുന്നേറ്റ് നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ദൈവത്തിന് മുമ്പാകെ നിന്നിട്ട് പറയുക, കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. മയങ്ങാൻ നോക്കിയാൽ ചില കരങ്ങൾ കയറി വരും, അതിനനുവദിക്കരുത്. സഭയെന്നും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, സ്തോത്രം. പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. പത്രോസും മനസ്സോട്, കാരണം യാക്കോബിന്റെ സ്ഥിതി അറിയാവുന്ന പത്രോസ് കാരാഗ്രഹത്തിനകത്ത് എന്നപ്പോൾ സ്തോത്രം അവന്റെ വസ്ത്രം അഴിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ധരിച്ചിരുന്ന, യഹൂദൻ ധരിച്ചിരുന്ന, പ്രത്യേകിച്ച് പ്രൗഢമായി ധരിച്ചിരുന്ന ഒരു ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സ്തോത്രം അവന്റെ കോട്ട് എന്ന കൊടുത്തിരിക്കുന്നത്. അവൻ ധരിക്കുന്ന സാധാരണ ഒരു ടീഷർട്ട് അല്ല. കാരണം മീൻ പിടിച്ച് നടന്ന വസ്ത്രം, അർത്ഥവസ്ത്രധാരിയായി നടന്നവനെ സർവശക്തനായ ദൈവമാണ് ശുശ്രൂഷയ്ക്ക് ഇറക്കി കോട്ടൊക്കെ ഇടിയിച്ചത്. അരയ്ക്ക് സ്തോത്രം അവന്റെ ബെൽറ്റും ചെരുപ്പും ഒക്കെ ധരിപ്പിച്ചത്. ഹെരോദാവ് കാരാഗ്രഹത്തിനകത്ത് വെച്ച് അതെല്ലാം അടിച്ചെടുത്തു. ഇനി ഇതൊരിക്കലും ഇടേണ്ടി വരത്തില്ലെന്ന് വിചാരിച്ചു. സ്തോത്രം. ഇനി ഇത് ഇടേണ്ടി വരില്ല, കാരണം അടുത്ത ദിവസം മാടരാഗി ഒരുക്കി വെച്ചിരിക്കുകയല്ലേ. പക്ഷേ അഴിച്ചു വെച്ച ശുശ്രൂഷയുടെ അങ്കി എന്റെ ദൈവം രണ്ടാമത് ഇടിച്ചു. ഇന്ന് രാത്രി നീ അഴിച്ചു വെച്ച, ഇനി സാധ്യമല്ല, ഇനി ആ വഴിക്ക് പോയിട്ട് കഥയില്ല, ഇനി എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ച് അഴിച്ചു വെപ്പിച്ച ചില ശുശ്രൂഷകളടക്കം, അഴിച്ചു വെപ്പിച്ച അധികാര ചിഹ്നങ്ങളടക്കം, അഴിച്ചു വെപ്പിച്ചതിന്റെ വിശേഷ വസ്ത്രമടക്കം എന്റെ ദൈവം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്നെ തിരിച്ചടിപ്പിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഈ രാത്രി അതിനെ ഒരാഘോഷമാക്കി മാറ്റാൻ മനസ്സുള്ളവർ ചേർന്ന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി കരയറ്റിക്കൊണ്ട് കരങ്ങൾ അടിച്ചു ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ ചേർന്ന് ഒരുമിച്ച് കരമടിച്ച് ആത്മശക്തിയോടെ ചേർന്ന് ആരാധിച്ച് ഈ രാത്രികാലം ഹല്ലേലൂയ.